ഇവിടെ നിൽക്കുമ്പോൾ ഒരു ചെറിയ സാക്ഷ്യം ഞാനും പറയുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അത് നിങ്ങളുടെ ധൈര്യത്തിന് വേണ്ടിയാണ്. ഏതെങ്കിലുമൊക്കെ ഒരു സമയത്ത് ഞാനും നിങ്ങൾ മരിച്ചു നോക്കൂ. കാരണം മരണം സകല മനുഷ്യർക്കും വേണ്ടി ദൈവം നിയമിച്ചിട്ടുണ്ട്. ആരേലും മരിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അവർ വീണ്ടും വന്ന് മരിക്കുമെന്നൊക്കെയാണ് വേദപണ്ഡിതന്മാർ പറയുന്നത്. കർത്താവ് ഉയർപ്പിച്ച ലാസറും പിന്നീട് മരിക്കുകയുണ്ടായി. അതുകൊണ്ട് ഒരിക്കൽ മരണമുണ്ട്. എന്തെല്ലാം വന്നാലും ആരെല്ലാം പരിശ്രമിച്ചാലും നിങ്ങൾ മരിക്കുകയില്ല. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. ഞങ്ങൾ ഒരിക്കൽ തൊടുപുഴയിൽ ഒരു യോഗം കഴിഞ്ഞ് വരികയാണ്. എൻ്റെ മകൻ ജോബിയാണ് വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്ന് എന്നോടൊപ്പം വന്ന രാജു എന്ന സഹോദരനും ആ വണ്ടിയിലുണ്ട്. ചെത്തിപ്പുഴക്കാരനൊരു ബേബിച്ചന് കത്തോലിക്ക കുടുംബത്തിൽ നിന്ന് ആ സന്ദർഭത്തിൽ അടുത്ത കാലത്ത് വിശ്വാസത്തിലേക്ക് വന്ന ബേബിച്ചനും ആ വണ്ടിയിലുണ്ട്. വേറെ മുണ്ടിപ്പള്ളിയിൽ നിന്ന് വന്ന 2 വണ്ടികളിൽ ഉള്ള സഹോദരങ്ങൾ മുൻപോട്ട് പോയിരുന്നു. ഞങ്ങൾ പാലായിൽ എത്തിയപ്പോൾ ഒരു വണ്ടി ഞങ്ങളുടെ നേർക്ക് വരികയാണ്. എൻ്റെ മകൻ ജോബി അവിടെ ആ വണ്ടി ബ്രേക്ക് ചെയ്തു. പക്ഷേ ഈ വന്ന വണ്ടി നേർക്ക് നേരെ ഇടിക്കുകയാണ്. ഞങ്ങളുടെ 2 വണ്ടിയുടെയും റേഡിയേറ്റർ പൊട്ടിത്തകർന്ന് അതിലെ കൂളൻറ്റുമൊക്കെ ഒഴുകാനായി തുടങ്ങി. ഞങ്ങളുടെ വണ്ടിയുടെ ഡോറെല്ലാം ജാമായി. പക്ഷേ 2 വണ്ടിയിലുള്ളവർക്കും വേറെ അബദ്ധങ്ങൾ ഒന്നും സംഭവിച്ചില്ല. എതിരെ വന്ന സഹോദരൻ തിരുവനന്തപുരത്ത് നിന്ന് വരികയായിരുന്നു. അയാൾ ഉറങ്ങിപ്പോയി. അയാൾ ഉറങ്ങി വന്ന് ഇടിച്ചതാണ്. ഞങ്ങൾ ഒരു വിധത്തിൽ പുറത്തിറങ്ങി. ആർക്കും വേറെ അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്ന് കണ്ടപ്പോൾ എനിക്കും സന്തോഷമായി. പ്രത്യേകിച്ച് വണ്ടി ഇടിച്ച ആ സഹോദരന്, അയാൾക്കും വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. പക്ഷേ വണ്ടി രണ്ടും കണ്ടു കഴിഞ്ഞാൽ അതിൽ നിന്ന് ആൾക്കാർ രക്ഷപ്പെടുമെന്ന് ചിന്തിക്കാൻ പോലും കഴിയാത്ത ഒരു നിലയിലായിപ്പോയി. എൻ്റെ വണ്ടിക്ക് തന്നെ 1.25 ലക്ഷം രൂപയുടെ വർക്കാണ് പിന്നെ ഇൻഷുറൻസ് കമ്പനിയിൽ നിന്ന് വർക്ക്ഷോപ്പുകാർ മേടിച്ചത്. അദ്ദേഹത്തിനും അതുപോലെ ഒക്കെ ആയി കാണും. അത്ര ഭയാനകമായ ഒരിടിയായിരുന്നു. പക്ഷേ ദൈവം ഞങ്ങളെ അത്ഭുതകരമായി കാത്തു. അങ്ങനെ ആ വണ്ടിയുടെ ഇടി വന്നപ്പോൾ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന കുരുവിള എന്ന ഒരു സഹോദരൻ മുഖാന്തരം മണ്ണർകാട് പാപ്പൻ എന്ന് പറയുന്ന കേരളത്തിലെ ഏറ്റവും വലിയ ബിസിനസ് രാജാക്കന്മാരിൽ ഒരാളായിരുന്ന അദ്ദേഹത്തിൻ്റെ മകൻ ഓടി വന്നു. അവൻ ഞങ്ങളുടെ ആൾക്കാരെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ വീട്ടിലും ഒക്കെ ഇരുത്തി. അവിടുന്ന് അപ്പം ഈ പാലായിലെ വലിയ പ്രമുഖനായ ഒരു മനുഷ്യനാണല്ലോ. അപ്പോൾ ഇദ്ദേഹം കൂടെ വന്നു കഴിഞ്ഞപ്പോൾ ഈ വണ്ടി കൊണ്ടുവന്ന് ഇടിച്ച ആ ഹൈന്ദവ സഹോദരൻ വലിയ ഭയത്തിലായി. അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ആൾക്കാരൊന്നുമില്ല. അദ്ദേഹം ഉറങ്ങി ഇടിച്ചതാണ്, കുറ്റം അദ്ദേഹത്തിൻ്റെതാണ് എന്ന് അദ്ദേഹം സമ്മതിക്കുന്നുണ്ട്. അദ്ദേഹം ഇങ്ങനെ വരണ്ട് നിൽക്കുകയാണ്. ഞാൻ പറഞ്ഞ് ഭാരപ്പെടുകയൊന്നും വേണ്ട ബ്രദറെ, ദൈവം നമ്മളെ മരണത്തിൽ നിന്ന് വിടുവിച്ചല്ലോ, പിന്നെ നമുക്ക് ഇൻഷുറൻസിൻ്റെ കാര്യത്തിനൊക്കെ പോലീസ് സ്റ്റേഷനിലേക്ക് പോകാം. അങ്ങനെ ഞങ്ങൾ ഈ പാലാ പോലീസ് സ്റ്റേഷനിൽ ചെന്നു. പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ SI എഴുന്നേറ്റ് എനിക്ക് കൈ തന്ന് പ്രൈസ് കൊടുത്തു. ഇതും കൂടെ കണ്ടപ്പോൾ ആകെപ്പാടെ ഈ സഹോദരന് പ്രയാസമായി. അപ്പോൾ ഈ SI അവിടെ കുറച്ച് പഴമോ എന്തൊക്കെ ഉണ്ടായിരുന്നു. അദ്ദേഹം പറഞ്ഞു, ഭാഷ ഇതൊക്കെ പോലീസ് സ്റ്റേഷനിലുള്ളതെന്ന് പറഞ്ഞ് ഞങ്ങൾക്കത് കഴിക്കാൻ തന്നു. ഇതും കൂടെ ആയപ്പോൾ ഈ സഹോദരന് ആകെപ്പാടെ പേടിയായി. അപ്പോൾ എനിക്ക് തോന്നി ഈ സഹോദരനെ ആശ്വസിപ്പിക്കേണ്ട സമയം ഇതാണ്. ഒരു ഹൈന്ദവ സഹോദരനാണ് അദ്ദേഹത്തെ. ഞാൻ അദ്ദേഹത്തിൻ്റെ തോളിൽ കൈ തട്ടിയിട്ട് പറഞ്ഞു, ബ്രദറെ ഞങ്ങൾ കേസിനൊന്നും പോവുകയില്ല, ദൈവം നമ്മളെ രക്ഷിച്ചല്ലോ, ബ്രദർ ഒന്നും ഭാരപ്പെടണ്ട, പിന്നെ ഇൻഷുറൻസിന് വേണ്ടി മാത്രമാണ് ഞങ്ങളിവിടെ, അല്ലാതെ കേസിനൊന്നും വന്നതല്ല. ആ സഹോദരൻ്റെ ഹൃദയത്തിലെ ഭാരങ്ങൾ ഓടിയിറങ്ങി. ഞങ്ങൾ ആ പോലീസ് സ്റ്റേഷനിൽ ഒരു പാട്ടുമൊക്കെ പാടി അവർക്ക് വേണ്ടിയൊക്കെ ഒന്ന് പ്രാർത്ഥിച്ച് 1-2 പുസ്തകമൊക്കെ കൊടുത്തിട്ട് അവിടെ നിന്ന് കടന്നു വരുവാനായിട്ട് ഇടയായി. അന്ന് ആ സ്റ്റേഷനിലുണ്ടായിരുന്ന SI ഇന്നിവിടെ വന്നിട്ടുണ്ട്. എവിടെയായിരിക്കുന്നത് കണ്ടില്ലല്ലോ.
ഒന്ന് മുൻപോട്ട് കയറിയല്ലോ. ഒന്ന് കയറി വന്നാട്ടെ. അതേ ഓസ്ട്രേലിയയിൽ നിന്ന് ഇപ്പോൾ അടുത്ത് വന്നതേ ഉള്ളൂ. ഈ യോഗമാണെന്ന് അറിഞ്ഞ് വന്നതാണ്. അതുകൊണ്ടാണ് ഈ സാക്ഷ്യം പറയാനായിട്ട് ഇടയായത്. ഞങ്ങളെല്ലാവരും കൂടിയാണ് പാലാ പോലീസ് സ്റ്റേഷനിൽ അല്ലെങ്കിൽ പറഞ്ഞത്. താങ്ക് യു. എൻ്റെ ആ മകൻ ജോബിന് ഈ കഴിഞ്ഞ 2 മാസം മുൻപ് എന്നെ ഭൂമിയുടെ അറ്റത്ത് സ്റ്റുവാർഡ് ഐലൻഡ് എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് കൊണ്ടുപോയി. വിസയും ടിക്കറ്റും എല്ലാം ചെലവ് ചെയ്ത് അവൻ കൊണ്ടുപോയി. അത് കഴിഞ്ഞ് പിന്നെ അന്റാർട്ടിക്ക മാത്രമേ ഉള്ളൂ. അപ്പം ഞങ്ങൾ പസഫിക് സമുദ്രത്തിലൂടെ യാത്ര ചെയ്ത് സ്റ്റുവാർഡ് ഐലൻഡ്, ഭൂലോക രാജ്യങ്ങളിൽ ആ ഐലൻഡ് കഴിഞ്ഞാൽ പിന്നെ മനുഷ്യവാസമുള്ള സ്ഥലങ്ങളില്ല. അറ്റമാണ്, ഭൂമിയുടെ അറ്റമാണ്. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞിരുന്നു, നിന്നെ ഞാൻ ഭൂമിയുടെ അറ്റത്ത് വിടാമെന്ന്. അന്ന് ഈ മകൻ ജനിച്ചിട്ട് പോലുമില്ല. അപ്പം ദൈവം എന്നെ യെരുശലേമിലും യഹൂദയിലും ശമരിയയിലും ഒക്കെ വിട്ടിട്ടുണ്ട്. അവിടെയൊക്കെ ഞാൻ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഭൂമിയുടെ അറ്റത്ത് ഈ സ്റ്റുവാർഡ് ഐലൻഡിൽ കഴിഞ്ഞ 2 മാസം മുൻപാണ് ഞാൻ പോയതും കർത്താവിൻ്റെ സാക്ഷ്യം വഹിച്ചതും. അവിടേക്ക് എനിക്ക് വിസയും ടിക്കറ്റും എല്ലാം തന്ന് എന്നെ കൊണ്ടുപോയത് ഈ പാലായിൽ അന്ന് എന്നെ വണ്ടി ഓടിച്ചുകൊണ്ടുപോയ എൻ്റെ മകൻ ജോബിനാണ്. അപ്പോൾ അന്ന് ആ ആക്സിഡൻറ്റിൽ എന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിൽ ദൈവത്തിൻ്റെ വാഗ്ദത്തം എന്തെങ്കിലും നിറവേറുമോ? ഇതിൽ നിന്നൊരു ദൂത് ഞാൻ പറയുന്നു. സ്വർഗത്തിലെ ദൈവം നിങ്ങളോട് ഒരു ആലോചന പറഞ്ഞിട്ടുണ്ടെങ്കിൽ, ദൈവം നിങ്ങൾക്ക് ഒരു ശുശ്രൂഷ തന്നിട്ടുണ്ടെങ്കിൽ, നിങ്ങളെ ആരെല്ലാം കൊല്ലാൻ തയ്യാറായാലും, ഏതെല്ലാം രോഗങ്ങളുണ്ടായാലും, എന്തെല്ലാം സംഭവിച്ചാലും നിങ്ങൾ മരിക്കുകയില്ല. നിങ്ങളുടെ ശുശ്രൂഷ തീരുന്നത് വരെ നിങ്ങൾ ഉണ്ടാകും. ആ കരമടിച്ചെല്ലാവരും ദൈവത്തെ ആരാധിച്ചോട്ടെ. കുറെ കൂടെ ആത്മാർത്ഥമായി. ഏതെങ്കിലും ഒരു മരണഭയം നിങ്ങളിൽ ഉണ്ടെങ്കിൽ അത് വിട്ടുപോകട്ടെ. ഒരു മന്ത്രവാദിക്ക് നിന്നെ ഒന്നും ചെയ്യാനൊക്കെയില്ല. നിന്നെ കൊല്ലുമെന്നും തല്ലുമെന്നും പറയുന്നവന് ഒന്നും ചെയ്യാനൊക്കെയില്ല. ഒരുപക്ഷെ അതിനു മുൻപേ അവൻ പോയെന്നിരിക്കും. ദൈവം നിനക്കൊരു അഭിഷേകം നൽകിയിട്ടുണ്ടെങ്കിൽ, ഒരു ശുശ്രൂഷ നൽകിയിട്ടുണ്ടെങ്കിൽ, അത് തീരുന്നതുവരെ നീ ഭൂമിയിലുണ്ടാവും. ദൈവത്തിൻ്റെ ധന്യമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് ഇന്നത്തെ വചനധ്യാനത്തിനായിട്ട് നമ്മുടെ ശ്രദ്ധ തിരുവചനത്തിലേക്ക് കൊണ്ടുപോകാം. സഖരിയ പ്രവാചകന്റെ പുസ്തകം 12-ാം അധ്യായം. പഴയ നിയമത്തിലെ അവസാന പുസ്തകങ്ങളിലേക്കൊക്കെ വരും. അപ്പം മലാക്കിയുടെ മുൻപ്. അപ്പം നിങ്ങൾക്ക് സഖരിയ എടുക്കാൻ പ്രയാസമില്ല. പഴയ നിയമത്തിലെ അവസാനത്തെ പുസ്തകമായ മലാക്കിയുടെ തൊട്ടു മുൻപിലുള്ളതാണ് സഖരിയാവിൻ്റെ പ്രവചനം. എല്ലാവരും ഒന്ന് എടുത്താട്ടെ. അതിൻ്റെ 12-ാം അധ്യായം. നിങ്ങൾ എടുത്തുവെന്ന് ഞാൻ കരുതുന്നു. അപ്പം നമുക്ക് ആ 12-ാം അധ്യായം ഒന്നിച്ചൊന്ന് വായിക്കണം. അതിനുശേഷം നമുക്ക് അതിനുശേഷം നമുക്ക് ഞാനത് വായിക്കാം. എല്ലാവരും ഒന്ന് ചേർന്ന് വായിച്ചോട്ടെ. ബൈബിളുള്ളവരെല്ലാം കുറെ കൂടെ കുറച്ച്. മതി. ഞാൻ ഈ വാക്യം വായിക്കാം. ഇത് 2600 വർഷങ്ങൾക്ക് മുൻപ് ജീവിച്ചിരുന്ന ദൈവത്തിൻ്റെ പ്രവാചകനായ സഖരിയാവ് നടത്തിയതും ബൈബിളിൽ എഴുതിയിരിക്കുന്ന വചനമാണ്. ഈ 2024 അതിൻ്റെ നിവൃത്തി നമ്മുടെ കണ്ണിൽ കാണുന്നു. 2600-ലധികം വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ട ഒരു പ്രവചനം 2024 ഒരു യുക്തിവാദിക്കും നിരീശ്വരനും ബൈബിൾ വിരോധിക്കും ഖണ്ഡിക്കുവാൻ കഴിയാതെ വണ്ണം നമ്മുടെ കണ്ണിന് മുൻപിൽ നിറവേറുന്നു. അതുകൊണ്ട് ഈ വാക്യം നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കണം. ബൈബിളില് സങ്കല്പ കഥാപാത്രങ്ങളില്ല. ബൈബിളിൽ ഇതിഹാസങ്ങളില്ല.
ബൈബിളിലുള്ളതെല്ലാം ഹിസ്റ്റോറിക്കലാണ്. ഉദാഹരണമായിട്ട് ബൈബിളിൽ ഒരു ചെങ്കടൽ ഉണ്ടെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ ചെങ്കടൽ ഇന്നുമുണ്ട്. ഞാൻ ആ ചെങ്കടൽ കണ്ടിട്ടുണ്ട്. ബൈബിളില് ഒരു യോർദാൻ നദി ഉണ്ടെന്ന് എഴുതിയിട്ടുണ്ട്. ആ നദി ഇന്നുമുണ്ട്. ആ നദി ഞാൻ കണ്ടിട്ടുണ്ട്. ബൈബിളില് സിയോൻ പർവ്വതം എന്ന് പറയുന്ന ഒരു പർവ്വതമുണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ പർവ്വതം ഇന്നുമുണ്ട്. ഞാനത് കണ്ടിട്ടുണ്ട്. ബൈബിളില് യഹൂദ മരുഭൂമി എന്ന് പറയുന്ന ഒരു മരുഭൂമി ഉണ്ട് എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അവിടെ സ്നാപക യോഹന്നാൻ പ്രസംഗിച്ചു എന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ആ മരുഭൂമി ഞാൻ കണ്ടിട്ടുണ്ട്. ആ മരുഭൂമിയിലൂടെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ബൈബിളിൽ ഇന്ത്യയെക്കുറിച്ചുണ്ട്. എസ്തേറിന്റെ പുസ്തകം 1-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിൽ ഇന്നേക്ക് 2000-ലധികം വർഷങ്ങൾക്ക് മുൻപ് ബൈബിളില് ഇന്ത്യയെക്കുറിച്ച് ഹിന്ദുദേശം എന്നെഴുതിയിരിക്കുന്നു. ആ ഒരു ഇന്ത്യക്കാരനാണ് ഞാൻ. ആ ഹിന്ദുദേശത്ത് നിന്നുകൊണ്ടാണ് ഞാൻ യേശുവിനെ പ്രസംഗിക്കുന്നത്. ഈ ബൈബിളില് ഇറാഖിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഇറാഖ് ഇന്നുമുണ്ട്. ബൈബിളിൽ ഇറാനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഇറാൻ ഇന്നുമുണ്ട്. ബൈബിളിൽ ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ ഇസ്രയേൽ ഇന്നുമുണ്ട്. ബൈബിളിൽ ജോർഡാൻ എന്ന രാജ്യത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ആ രാജ്യം ഇന്നുമുണ്ട്. ബൈബിളിൽ ഇസ്രയേൽ എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരിന്നുമുണ്ട്. ബൈബിളിൽ ഫെലിസ്തീയർ എന്ന് പറയുന്ന ഒരു ജനസമൂഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അവരിന്നുമുണ്ട്. അവരും ഇസ്രയേലുമായിട്ടാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ബൈബിളിൽ സങ്കല്പ കഥാപാത്രങ്ങളോ സങ്കല്പ സമുദ്രങ്ങളോ ഒന്നുമില്ല. ഇതിലുള്ളതെല്ലാം യാഥാർത്ഥ്യങ്ങളാണ്. ഒന്നുകൂടെ കരമോർത്ത് സ്തോത്രം ചെയ്യാം. അപ്പോൾ ഇനി ആ വചനം ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ഞാൻ വളരെ നിർത്തിയും ശാന്തമായി നിങ്ങളോട് സംസാരിക്കും. കാരണം എനിക്ക് നിർബന്ധമുണ്ട് നിങ്ങൾ ഈ വചനങ്ങൾ കൃത്യമായി ഓർക്കണമെന്നും ഈ യോഗം കഴിഞ്ഞാലും നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാകണമെന്നും എനിക്ക് നിർബന്ധമുണ്ട്. സഖരിയ പ്രവാചകന്റെ പുസ്തകം 12 അതിന്റെ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളാണ് ഞാനിവിടെ വായിക്കാൻ പോകുന്നത്. പ്രവാചകം, ഇസ്രയേലിനെ കുറിച്ചുള്ള പ്രവാചകം, ഇസ്രയേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ഇത്ര കൃത്യമാണ് ആ പ്രവചനം അഡ്രസ് ചെയ്യുന്ന. ആരോടാണുള്ള പ്രവചനം പറയുകയാണ്? യഹോവയുടെ അരുളപ്പാടാണ്. അത് ഇസ്രയേലിനെ കുറിച്ചാണ് പ്രവചിക്കുന്നത്. ദൂത് പറയുന്ന ദൈവം ആരാണെന്ന് വ്യക്തമാക്കുന്നതാണ് അടുത്ത വാക്യം. ആകാശം വിരിക്കുകയും ഭൂമിക്ക് അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ദൈവം ആരാണ് എന്ന് ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുകയാണ്. ഇനി പ്രവചനമാണ്. ഇസ്രയേലിനെ കുറിച്ച് പറഞ്ഞിട്ട് ഇസ്രയേലിലെ ഒരു പട്ടണത്തെ കുറിച്ചുള്ള 4 പ്രവചനങ്ങളാണ് ഈ 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ നമ്മൾ വായിക്കുന്നത്. 1 വാക്യം 2, ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. പ്രവചനം 2 വാക്യം 3, അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. പ്രവചനം 3, യെരൂശലേമിനെ ചുമക്കുന്നവരെ കഠിനമായി മുറിവേൽക്കും. വാക്യം 3. പ്രവചനം 4 വാക്യം 3, ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടിവരും. 2600 വർഷങ്ങൾക്ക് മുൻപ് ഏത് കുട്ടിക്കും മനസ്സിലാക്കുവാൻ കഴിയുന്ന രീതിയിൽ ദൈവം ഇസ്രയേലിനെ കുറിച്ചുള്ള പ്രവചനം, പ്രത്യേകിച്ച് ഇസ്രയേലിലെ ഒരു പട്ടണമായ യെരൂശലേമിനെ കുറിച്ചുള്ള പ്രവചനം ഇവിടെ നടത്തുകയാണ്. ആ പ്രവചനം നടത്തുമ്പോൾ സഖരിയാവിലൂടെ സംസാരിക്കുന്ന ദൈവം ആരാണെന്ന് വ്യക്തമാക്കുന്നു. ഒന്ന്, ദൈവം ആകാശത്തെ വിരിച്ചവനാണ്, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ സൃഷ്ടിച്ചവനാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ആകാശമല്ല, ആകാശത്തെ സൃഷ്ടിച്ചവനും അതിനെ വിരിച്ചവനുമാണ്. ദൈവം ഭൂമിയല്ല, ഭൂമിയെ സൃഷ്ടിച്ചവനും
അതിൻ്റെ അടിസ്ഥാനം ഇട്ടവനുമാണ്. ദൈവം മനുഷ്യനോ മനുഷ്യാത്മാവോ അല്ല, ദൈവം മനുഷ്യനെയും മനുഷ്യന്റെ ആത്മാവിനെയും സൃഷ്ടിച്ചവനായ ദൈവമാണ്. കരമുയർത്തിയെന്ന് ദൈവത്തെ സ്തുതിക്കാം. ദൈവം ആരാണ് എന്നുള്ള ഒരാഴമായ അറിവ്, അതൊരറിവ് തന്നെയാണ്. ആ ദൈവം ആരാണെന്നുള്ള അറിവ്. ഈ പ്രപഞ്ചത്തിൽ ഏറ്റവും വലുതേതാണ് എന്ന് ശാസ്ത്രജ്ഞന്മാരോട് ചോദിച്ചാൽ അവർ പറയുന്നത് ആകാശമാണ്. ആകാശത്തേക്കാൾ വലുതായിട്ട് ഈ പ്രപഞ്ചത്തിൽ ഒന്നുമില്ല. കാരണം ഭൂമി ആകാശത്തിൽ നിന്നുകൊണ്ടാണ് സൂര്യനെ ചുറ്റുന്നത്. സൂര്യൻ ഉൾപ്പെടുന്ന സോളാർ സിസ്റ്റം, സൗരയൂഥം, സൂര്യകുടുംബം, മിൽക്കി വേ ഗാലക്സിയുടെ കേന്ദ്രത്തെ ചുറ്റുന്നതും ഈ ആകാശത്തിൽ നിന്നുകൊണ്ടാണ്. ഏകദേശം 10,000 കോടി ഗാലക്സികൾ, ഓരോ ഗാലക്സികളിലും കോടാനുകോടി സൂര്യന്മാർ, ഇതെല്ലാം ആകാശത്തിലാണ് കറങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഒരു സെക്കൻഡിൽ 1,86,000 മൈൽ വേഗതയിൽ സഞ്ചരിക്കുന്ന പ്രകാശകിരണത്തിന് 480 കോടി വർഷങ്ങൾ യാത്ര ചെയ്തിട്ടും ഭൂമിയിലെത്താൻ കഴിഞ്ഞിട്ടില്ല. അത്ര വിദൂരയിലാണ് ആ നക്ഷത്രം. ഭൂമിയെപ്പോലുള്ള ലക്ഷക്കണക്കിന് ഭൂമിയെ ഉൾക്കൊള്ളുവാൻ കഴിയാവുന്ന ഭീമാകാരമായ നക്ഷത്രം. ആ നക്ഷത്രവും ആകാശത്തിലാണ്. നമ്മുടെ സൗരയൂഥം ഉൾപ്പെടുന്ന ആകാശഗംഗ ഗാലക്സി ഒരറ്റം മുതൽ മറ്റൊരറ്റം വരെ മനുഷ്യന് യാത്ര ചെയ്യാനൊക്കെയില്ല. ഇനി നാളെ പ്രകാശവേഗതയിൽ യാത്ര ചെയ്യാൻ കഴിയുന്ന ഒരു റോക്കറ്റ് അവൻ കണ്ടുപിടിച്ചാലും 60,000 പ്രകാശവർഷം യാത്ര ചെയ്തെങ്കിൽ മാത്രമേ ചെറിയ ഗാലക്സികളിൽ ഒന്നായ ആകാശഗംഗയുടെ അറ്റത്ത് പോകാനൊക്കൂ. 60,000 പ്രകാശവർഷം ഒരു മനുഷ്യന് ജീവിക്കാനൊക്കെയില്ലല്ലോ. അതുകൊണ്ട് ജീവിക്കാനൊക്കുവോ? ഇല്ല. അപ്പോൾ ഈ വിസ്തൃതമായ ആകാശം, അതിൻ്റെ അതിർത്തികൾ കാണാൻ ശാസ്ത്രത്തിന് കഴിഞ്ഞിട്ടില്ല. ഞാൻ പ്രസംഗിക്കുന്ന ദൈവം ആകാശം സൃഷ്ടിച്ചവൻ മാത്രമല്ല, തന്റെ കേവലം ഞാനുകൊണ്ട് ഇത് അളക്കുന്നവനായ ദൈവമാണ്. അക്കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചോട്ടെ. ആ ദൈവം പറയുകയാണ്, എന്റെ ബലമുള്ള കരത്തിൽ താണിരിക്കുക, ഞാൻ നിന്നെ ഉയർത്താമെന്ന്. ആ ദൈവം പറയുകയാണ്, ആ കരങ്ങളിലാണ് ഞാൻ നിന്നെ വരച്ചിരിക്കുന്നത്. കരമുയർത്തി ദൈവത്തെ സ്തുതിക്കാം. ആ ദൈവം പറയുകയാണ്, യോഹന്നാനേ, എന്റെ കരത്തിൽ ഒരു നക്ഷത്രമാണ് നീ എന്ന്. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം. ആ കരത്തിൽ നിന്ന് തട്ടിപ്പറിക്കുവാൻ കഴിവുള്ള ഒരുത്തനും ജനിച്ചിട്ടില്ല, ഇപ്പോൾ ജീവിക്കുന്നില്ല, നാളെ ജീവിക്കുകയുമില്ല. അതുകൊണ്ട് നാം ആരാധിക്കുന്ന ദൈവം ആരാണ് എന്നൊരറിവ് നമുക്കുണ്ടായിരിക്കണം. 2, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ് ദൈവം. ദൈവം ഭൂമിയല്ല, ദൈവം ഭൂമിയെ സൃഷ്ടിച്ചവനാണ്, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്. വളരെ ഉന്നതന്മാരായിട്ടുള്ള ശാസ്ത്രജ്ഞന്മാർ നമുക്കുണ്ട്, പ്രത്യേകിച്ച് എഞ്ചിനീയേഴ്സ് നമുക്കുണ്ട്. നമ്മുടെ റോഡുകളും പാലങ്ങളും ബഹുനില കെട്ടിടങ്ങളുമൊക്കെ പണിയുന്ന എഞ്ചിനീയർമാർ. പക്ഷേ എത്ര ഉറപ്പാണെങ്കിലും അതൊക്കെ തകർന്നു പോകുകയല്ലേ, ഇല്ലേ? ലോകത്തിലെ ഒരു കാലത്തെ ഏറ്റവും വലിയ വേൾഡ് ട്രേഡ് സെന്റർ 1987 ഞാനതിന് മുകളിൽ കയറുന്നത്. അന്ന് അതിനേക്കാൾ വലിയൊരു കെട്ടിടമൊന്നും ഭൂമിയിലില്ല. ആ കെട്ടിടം ഇടിഞ്ഞു വീഴുന്നതും ഞാൻ കണ്ടു. അതിൻ്റെ ഒരു 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 ടവറിൽ വന്ന് പ്ലെയിൻ ഇടിക്കുമ്പോൾ എൻ്റെ ഒരു സ്നേഹിതനും ഇപ്പോൾ പാസ്റ്ററുമായിരിക്കുന്ന എൻ്റെ സുഹൃത്ത് പറഞ്ഞു, അങ്കിളെ, ഇത് വീഴുകയില്ല, ഇത് സ്റ്റീൽ ഫ്രെയിമിൽ ഉണ്ടാക്കിയതാണ്, പണ്ട് ഇവിടെയൊക്കെ ആക്രമണമൊക്കെ നടന്നിട്ടുണ്ട്, ഇത് വീഴുകയില്ല എന്ന് പറഞ്ഞ് 5 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ആ ഒരു ടവർ താഴെ വീഴുന്ന ഞങ്ങൾ കണ്ടു. അപ്പോൾ ലോകത്തിൽ ഒത്തിരി എഞ്ചിനീയർമാരുണ്ട്, അതൊന്നും നിലനിൽക്കുകയില്ല. എന്നാൽ ഞാൻ വെല്ലുവിളിച്ചുകൊണ്ടൊരു ചോദ്യം ചോദിക്കുകയാണ്,
ഭൂമിക്ക് അടിസ്ഥാനം, ഒരു ഇമാജിനറി ഫൗണ്ടേഷൻ ഇടാൻ കരുത്തുള്ള ആരെങ്കിലും ഉണ്ടോ? ഇല്ലെന്ന് പറയാൻ ഒരു കാരണമുണ്ട്. ഈ ഭൂമി മണിക്കൂറിൽ ഏകദേശം 1,07,200 കിലോമീറ്റർ വേഗതയിൽ സൂര്യന് ചുറ്റും കറങ്ങുന്നൊരു ഗോളമാണ്. മണിക്കൂറിൽ 1,00,000-ലധികം കിലോമീറ്റർ വേഗതയിൽ, മൈൽ വേഗതയിൽ. നമ്മുടെ വണ്ടിയൊക്കെ എത്ര സ്പീഡിലാണ് പോകുന്നത്? 60, 70, 100 ഒക്കെ ഭയങ്കരമായില്ലേ? അങ്ങനെ പോയാൽ പ്ലെയിനൊക്കെ എത്ര പോകുമായിരിക്കും? 900, 950 ഒക്കെ പോകുമായിരിക്കും അല്ലേ? 1,00,000 കിലോമീറ്റർ വേഗതയിലൊക്കെ പോകുക എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചിന്തിക്കാൻ ഒക്കുമോ? ഇപ്പം നമ്മളിരിക്കുന്ന ഈ ഭൂമി 1,07,200 കിലോമീറ്റർ വേഗതയിൽ സൂര്യനെ കറങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെയാണ് 360-65 ദിവസം കൊണ്ട് മാത്രമേ ഇതിനെ ഒന്ന് ഭ്രമണം വെക്കാൻ ഒക്കൂ. ഇങ്ങനെ കറങ്ങിയാലേ അതിനൊക്കൂ. അത്ര വലിയ ഭ്രമണപഥമാണുള്ളത്. അങ്ങനെയാണ് നമുക്കൊരു വർഷം ഉണ്ടാകുന്നത്. അപ്പോൾ തന്നെ ഈ ഭൂമി മണിക്കൂറിൽ പടിഞ്ഞാറുനിന്ന് കിഴക്കോട്ട് തിരിയും. അത് മണിക്കൂറിൽ 1000 മൈൽ സ്പീഡിലാണ്, 1500ഓളം കിലോമീറ്റർ സ്പീഡിൽ. അങ്ങനെ തിരിയുന്നതുകൊണ്ടാണ് നമുക്ക് രാത്രിയും പകലും ഒക്കെ ഉണ്ടാകുന്നത്. അങ്ങനെ ഈ സൂര്യന് ചുറ്റും മിന്നൽ വേഗതയിൽ പായുന്ന, സൂര്യന് അഭിമുഖമായി പടിഞ്ഞാറ് നിന്നും കിഴക്കോട്ട് തിരിയുന്ന ഈ ഭൂമിയുടെ അടിസ്ഥാനത്തിൽ നിന്ന് അടിസ്ഥാനം വിടാൻ കഴിവുള്ള ആരെങ്കിലും ഉണ്ടോ? അവൻ അടുത്ത് ചെന്നാൽ അതിൻ്റെ എല്ല് കിട്ടുമോ? അവൻ്റെ എല്ലും പല്ലും കിട്ടുമോ? അതിന് ഇടാനായിട്ടേ അതിൻ്റെ അടുത്ത് വല്ലതും ചെല്ലാൻ ഒക്കുമോ? ആർക്കെങ്കിലും കഴിയുമോ? ഈ ലോകത്തിൽ ഒരുത്തനും കഴിയുകയില്ല എന്ന് ഏത് മനുഷ്യനും പറയാൻ കഴിയും. പക്ഷെ ഇത്രയും വലിയ ഈ ഭൂഗോളം ഇത്രയും വലിയ വേഗതയിൽ കറങ്ങിയിട്ടും നമ്മുടെ പന്തൽ കുലുങ്ങുന്നില്ലല്ലോ, പുൾപിറ്റ് അനങ്ങുന്നില്ലല്ലോ. ഞാൻ ഇവിടെ നിന്ന് പ്രസംഗിക്കുകയല്ലേ, ഇല്ലേ? ഓപ്പറേഷൻ തിയേറ്ററിലെ ഹാർട്ടും ബ്രെയിനിൻ്റെ ചില നെർവ്സൊക്കെ ഓപ്പറേറ്റ് ചെയ്യുന്ന ഡോക്ടർമാരുടെ കത്തി അനങ്ങുന്നുണ്ടോ? അതിൻ്റെ കാരണം ഈ അടിസ്ഥാനത്തിൻ്റെ ഗുണമാണ്. ഇതിട്ടവൻ ദൈവമായത് കൊണ്ടാണ്. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. നമ്മുടെ ദൈവം എത്ര വലിയവനാണ്. അവനൊന്നിനെ അടിസ്ഥാനമിട്ടാൽ അതിനെ തകർക്കുവാൻ ആർക്കും കഴിയുകയില്ല. ഞാൻ എൻ്റെ സഭയെ പണിയും, പാതാള ഗോപുരങ്ങൾ ജയിക്കുകയില്ലെന്ന് കർത്താവ് പറഞ്ഞു. കാരണം അതിൻ്റെ അടിസ്ഥാനം അവനാണ്, അതിൻ്റെ മൂലക്കല്ലവനാണ്. അതുകൊണ്ടാണ് കർത്താവിൻ്റെ സഭ ഇന്നും നിൽക്കുവാനായിട്ടിടയാകുന്നത്. മൂന്നാമത്, ഈ ദൈവം മനുഷ്യനിൽ അവൻ്റെ ആത്മാവിനെ സൃഷ്ടിച്ചവനാണ്. ദൈവം മനുഷ്യനല്ല, ദൈവം മനുഷ്യന്റെ ആത്മാവുമല്ല. മനുഷ്യന്റെ ആത്മാവ് ദൈവത്തിന്റെ ആത്മാവിന്റെ ഭാഗവുമല്ല, ദൈവത്തിന്റെ സൃഷ്ടിയാണ്. ദൈവം ആരാലും സൃഷ്ടിക്കപ്പെടാത്തവനുമാണ്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, ഏദൻ തോട്ടത്തിൽ ആദാമിനെ ഊതി അങ്ങനെ ജീവശ്വാസമൊക്കെ വന്നു എന്നൊക്കെ നമ്മൾ വായിക്കുന്നെങ്കിലും അത് ദൈവത്തിൻ്റെ ആത്മാവല്ല, ദൈവത്തിൻ്റെ ആത്മാവിൻ്റെ ഭാഗവുമല്ല. ദൈവത്തിൻ്റെ ആത്മാവ് ആരും സൃഷ്ടിച്ചിട്ടില്ല. ഇത് ദൈവം സൃഷ്ടിച്ചതാണ് മനുഷ്യന്റെ ആത്മാവ്. അത് ദൈവത്തോട് ലയിച്ചു ചേരുകയുമില്ല. അത് അതിനേതായിട്ടുള്ള വ്യക്തിത്വവും ഉണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ വായിച്ചത്, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ സൃഷ്ടിച്ച ദൈവം. മനുഷ്യൻ ദൈവമല്ല, അവന്റെ ആത്മാവും ദൈവമല്ല. പിന്നെ ആരെങ്കിലും ദൈവമാകുന്നത് നമുക്ക് വിരോധമൊന്നുമില്ല. ഞാൻ സത്യദൈവത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഇപ്പം ഒരാൾ നാളെ ഞാൻ ദൈവമാണെന്ന് പറഞ്ഞാൽ ആർക്ക് പറയാനായിട്ട് കഴിയും? പണ്ടൊരിക്കലൊരു ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ ഇവരെ ചോദിച്ചു എന്തുകൊണ്ടാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, പുള്ളി പറയുകയാണ്, ഞാൻ മഹാത്മാഗാന്ധിയാണ്, അത് പറഞ്ഞുകൊണ്ടാണ് എന്നെ ഇവിടെ പിടിച്ചിട്ടിരിക്കുന്നത്. അപ്പോൾ ഒരാൾ പറഞ്ഞു, അത്രേ ഉള്ളൂ, ഞാൻ നെഹ്റു എന്ന് പറഞ്ഞുകൊണ്ടാണ് എൻ്റെ വീട്ടുകാർ പിടിച്ച് ഇവിടെ എന്നെ ഇട്ടിരിക്കുന്നത്. അങ്ങനെ ഓരോരുത്തർക്കും ഓരോന്ന് പറയാം. അതവരുടെ സ്വാതന്ത്ര്യമുള്ള കാര്യമാണ്. ആരുമായിട്ട് പറയാം. ഞാൻ പറയുന്നത് യഥാർത്ഥ ദൈവത്തിൻ്റെ കാര്യമാണ്. സർവശക്തനായ ദൈവം, സർവജ്ഞാനിയായ ദൈവം, സർവവ്യാപിയായ ദൈവം, ജീവനുള്ള ദൈവം. ആ ദൈവത്തെ ആരും ഉണ്ടാക്കിയിട്ടില്ല. ആരെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉണ്ടാക്കിയവനാണ് ദൈവം. സ്തോത്രം. ആ ദൈവം ആകാശത്തെ വിരിച്ചവനാണ്, ആകാശമല്ല.
ആ ദൈവം ഭൂമിക്ക് അടിസ്ഥാനമിട്ടവനാണ്, ഭൂമിയല്ല. ആ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചവനാണ്, മനുഷ്യനല്ല. മനുഷ്യൻ ഒരിക്കലും ദൈവമല്ല, അവൻ ഒരിക്കലും നാളെ ദൈവമാകാനുമൊക്കെയില്ല. പക്ഷേ ദൈവമാകാം എന്നൊരുത്തൻ പഠിപ്പിച്ചു, അത് പിശാചാണ്. അവൻ ഈ ലോകത്തിന്റെ ദൈവമാണ്, അവനും ഒരു സ്വർഗമുണ്ട്, ആ സ്വർഗത്തിൽ എല്ലാ ഉഡായിപ്പുമുണ്ട്. ഞാൻ പറയുന്നത് സർവശക്തനായ ദൈവത്തെക്കുറിച്ചാണ്. കരമുയർത്തി ദൈവത്തിനൊരു സ്തോത്രം ചെയ്യാം. മനുഷ്യന്റെ ആത്മാവിനെ കുറിച്ച് പറയുമ്പോൾ, ഞാനൊരു സുവിശേഷകനാണ്, എനിക്കൊരു സുവിശേഷ തോത് പറയാതെ ഒരു യോഗം അവസാനിപ്പിക്കാൻ ഒക്കുകയില്ല. എന്നിലും നിങ്ങളിലും, അത് ഹിന്ദു ആണെങ്കിലും മുസ്ലിം ആണെങ്കിലും ക്രിസ്ത്യാനിയാണെങ്കിലും നിരീശ്വരനാണെങ്കിലും ആരാണെങ്കിലും, മനുഷ്യനാണോ, ബൈബിൾ പറയുന്ന 3 ഘടകങ്ങളുണ്ട്. ഒന്ന് ശരീരമാണ്. ശരീരം ഈ മണ്ണ് കൊണ്ടുണ്ടാക്കിയതാണ്, അത് മണ്ണിനാൽ പോഷിപ്പിക്കപ്പെടുന്നതാണ്, അത് മണ്ണിലേക്ക് തിരികെ പോകുന്നതാണ്. ആ ശരീരത്തെ ചലിപ്പിക്കുന്ന ചാലകശക്തിയാണ് ജീവൻ അഥവാ പ്രാണൻ. ആ പ്രാണനാണ് പോകുമ്പോഴാണ് മരണം സംഭവിച്ചുവെന്ന് നമ്മൾ പറയുന്നത്. പ്രാണനില്ലാത്ത ശരീരത്തിന് നിൽക്കാനായി കഴിയുകയില്ല, അത് പിന്നീട് ജീർണിക്കുകയും മണ്ണിലേക്ക് മടങ്ങിപ്പോവുകയും ചെയ്യും. മനുഷ്യന്റെ 3ാമത്തെ ഘടകം ആത്മാവാണ്. ആ ആത്മാവ് സർവ്വലോകത്തെക്കാളും വിലയേറിയതാണ്. ആത്മാവിന് അമേരിക്കയേക്കാൾ വിലയുണ്ട്, റഷ്യയേക്കാൾ വിലയുണ്ട്, ഭൂമിയേക്കാൾ വിലയുണ്ട്, മറ്റാരെക്കാളും വിലയുണ്ട്. ആത്മാവിന് മാത്രം വലിപ്പച്ചെറുപ്പമില്ല. ഇന്ത്യൻ പ്രധാനമന്ത്രിയുടെയും ഇന്ത്യൻ പ്രസിഡന്റിന്റെയും അമേരിക്കയുടെ പ്രസിഡന്റായിരിക്കുന്ന മിസ്റ്റർ ജോ ബൈഡന്റെയും ഇസ്രയേലിന്റെ പ്രധാനമന്ത്രിയായിരിക്കുന്ന മിസ്റ്റർ നെതന്യാഹുവിന്റെയും എന്റെയും നിങ്ങളുടെയും ആത്മാവിനെ തൂക്കിയാൽ ഒരേ തൂക്കമായിരിക്കും. കരമടിച്ചൊന്നുകൂടെ ദൈവത്തെ സ്തുതിച്ചാട്ടെ. എന്ന് പറഞ്ഞാൽ വെളുത്തവന്റെയും കറുത്തവന്റെയും ബ്രാഹ്മണന്റെയും എല്ലാവരുടെയും ആത്മാവിന് ഒരേ വിലയാണുള്ളത്. കരമുയർത്തി ഒന്നുകൂടെ. ആ ആത്മാവിനാകട്ടെ സർവ്വലോകത്തെക്കാളും വിലയുണ്ട്. അത് നിന്റെ കെട്ടിടത്തെക്കാൾ വിലയുണ്ട്, അത് നിന്റെ കാറിനേക്കാൾ വിലയുണ്ട്, അത് നിന്റെ കുടുംബത്തെക്കാൾ വിലയുണ്ട്, അത് നിന്റെ കണ്ണിനേക്കാൾ വിലയുണ്ട്, അത് നിന്റെ ഹാർട്ടിനേക്കാൾ വിലയുണ്ട്, അത് നിന്റെ കിഡ്നിയേക്കാൾ വിലയുണ്ട്, അത് നിന്റെ സൗന്ദര്യത്തെക്കാൾ വിലയുണ്ട്. അത്ര വിലയുള്ളതിനെ കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ? നീ നിന്റെ കെട്ടിടത്തെ കുറിച്ച് ചിന്തിക്കുന്നു, നിന്റെ കാറിനെ കുറിച്ച് ചിന്തിക്കുന്നു, നിന്റെ കണ്ണിനൊരു പ്രശ്നമുണ്ടെങ്കിൽ നീ ആശുപത്രിയിൽ പോകുന്നു, ഹാർട്ടിനൊരു പ്രശ്നമുണ്ടെങ്കിൽ നീ ഓടിപ്പോകുന്നു, അതിന് നിന്റെ വണ്ടിക്ക് വേണ്ടി നീ പണിയുന്നു, കാര്യങ്ങൾ നടത്തുന്നു, അതിനൊക്കെ പ്രാധാന്യം കൊടുക്കുന്നു. അതിനേക്കാളൊക്കെ അതൊക്കെ നശിച്ചു പോകുന്നതാണ്. ഒരിക്കലും നശിക്കാത്ത ആത്മാവിനെ കുറിച്ച് നീ ചിന്തിക്കാറുണ്ടോ? അതുകൊണ്ട് പൗലോസ് പറയുന്നു, നമ്മൾ ഈ ലോകത്തിൽ മാത്രം ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചിരിക്കുന്നെങ്കിൽ സകല മനുഷ്യരിലും അരിഷ്ടരത്രേ എന്ന് പറഞ്ഞാൽ, കർത്താവിൽ നമുക്ക് വിശ്വസിച്ചാൽ സമാധാനം ലഭിക്കും, സൗഖ്യം ലഭിക്കും, അത്ഭുതങ്ങൾ നടക്കും, അനുഗ്രഹങ്ങൾ ഉണ്ടാകും. അതിനുവേണ്ടി മാത്രമാണ് നമ്മൾ യേശുവിനെ സ്നേഹിക്കുന്നെങ്കിൽ സകല മനുഷ്യരും നമ്മൾ അരിഷ്ടരായിരിക്കും. കാരണം നമ്മൾ പ്രാർത്ഥിച്ച് നേടിയതൊന്നും കൊണ്ടുപോകുകയില്ല. നമ്മൾ പ്രാർത്ഥിച്ച് നേടിയ വീടും നമ്മൾ പ്രാർത്ഥിച്ച് നേടിയ കാറും, എന്തിനേറെ പ്രാർത്ഥിച്ച് നമ്മൾ പ്രാപിച്ച സൗഖ്യവും ഒന്നും കൊണ്ടുപോകുകയില്ല. എല്ലാം ഇവിടെ ഇട്ടേച്ചു പോകും, ഇവിടെ ശരീരവും ഇട്ടേച്ചു പോകും. എന്നാൽ ആത്മാവിനെ നേടിയാൽ, നിത്യതയ്ക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്താൽ അത് മാത്രം ഉണ്ടായിരിക്കും. അതുകൊണ്ട് ആത്മാവിനെ കുറിച്ച് അറിയണം. ഈ മനുഷ്യനിൽ ആത്മാവുണ്ട് എന്നൊരു ഡോക്ടർ പറഞ്ഞില്ല, അത് ഇതുവരെ അവർ കണ്ടില്ല എന്നുകൊണ്ട് നമുക്ക് വിശ്വസിക്കാൻ കഴിയുകയില്ല എന്ന് പറയുന്നതിൽ ശാസ്ത്രവുമില്ല, യുക്തിയില്ല, ബുദ്ധിയില്ല. കാരണം ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ അയാളുടെ ശരീരത്തിലെ 99.4% കാര്യങ്ങളും അറിയാത്ത ആളാണ്. അങ്ങനെ അറിഞ്ഞ ഒരാളുണ്ടായിരുന്നെങ്കിൽ ഭൂമിയിലെ ഏതൊരു ഏറ്റവും വലിയ ഡോക്ടർ അദ്ദേഹമാകുമായിരുന്നു. ഞാൻ പറഞ്ഞ വാക്കൊന്നുകൂടെ പറയാം. ലോകത്തിലെ ഏറ്റവും വലിയ ഡോക്ടർ, മനുഷ്യ ശരീരത്തെ കുറിച്ച് ഏറ്റവും കൂടുതൽ പഠിച്ചിട്ടുള്ള ആൾ,
ബയോളജിക്കലായിട്ട് വലിയ അറിവുള്ള ഒരാൾ മനുഷ്യ ശരീരത്തിലെ 99.4% കാര്യങ്ങളും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല എന്ന് അവർ സമ്മതിക്കും. ഒരൊറ്റ ഉദാഹരണം ഞാൻ പറയാം. നമുക്ക് കണ്ണും കാലും കൈയും മൂക്കും നാക്കും വാക്കൊക്കെ അല്ലേ നമ്മൾ കാണുന്ന, തലയൊക്കെ നമ്മൾ കാണുക. എന്നാൽ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതൊന്നുമില്ല. നമ്മുടെ ശരീരമെല്ലാം കോശങ്ങളാൽ നിർമ്മിതമാണ്. കോശങ്ങളൊന്നും നമ്മുടെ കണ്ണുകൊണ്ട് കാണാനൊക്കെയല്ല. ആ കോശം തന്നെയാണ് ഒരു ലോകം. ആ കോശത്തിനകത്ത് RNA ഉണ്ട്, DNA ഉണ്ട്, ഒത്തിരി പരിപാടികളുണ്ട്. നമ്മൾ കഴിക്കുന്ന ഭക്ഷണങ്ങളെല്ലാം അമീനാമ്ലമായിട്ട് മാറി അവിടേക്ക് ചെന്നിട്ട് DNA കൽപ്പന കൊണ്ടാണ് RNA അത് മാംസമാക്കി മാറ്റുന്നത്. നിങ്ങൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? പക്ഷെ അതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇനി അതിലെ ജീനുകള്, അതിലെ ക്രോമോസോമുകള്, ആ പിരിയൻ ഗോവേണി, അതിനകത്തുള്ള ജീനുകള്, അതിനകത്ത് എഴുതിയിരിക്കുന്നത് ചൈന, അമേരിക്ക തുടങ്ങിയ 10-12 രാജ്യത്തിലെ ഉന്നതന്മാരായ ശാസ്ത്രജ്ഞന്മാർ നോക്കിയിട്ട് അതിൻ്റെ ഒരു മാപ്പ്, ജിനോം മാപ്പ് എന്ന് പറയും, അതിന് കോടിക്കണക്കിന് രൂപ മുടക്കിയിട്ട് ആ മനുഷ്യ ജീനുകളിലെ അതിൻ്റെ അക്ഷരമാലയുടെ കുറച്ച് മാത്രമേ അവർ കണ്ടെത്താനത്തുള്ളൂ. മുഴുവൻ കണ്ടെത്തിയിരുന്നെങ്കിൽ ഭയങ്കര അത്ഭുതം. ഞാൻ പറഞ്ഞത് മനുഷ്യ ശരീരത്തിലെ നമുക്ക് കാണാൻ കഴിയാത്തൊരു കാര്യം. ഹാർട്ടും കണ്ണും മൂക്കും നാക്കും ഒക്കെ നമുക്ക് കാണാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഒരു ശാസ്ത്രജ്ഞൻ കണ്ടില്ല, അല്ലെങ്കിൽ ഒരു ഡോക്ടർ കണ്ടില്ല എന്നുള്ള കാര്യത്തിൽ അയാളാരാ? കാണാനുള്ള കണ്ണൊക്കെ ഉണ്ടോ? ഉണ്ടായിരുന്നെങ്കിൽ കൊള്ളാം. എല്ലാം കാണാനും എല്ലാം കേൾക്കാനും എല്ലാം അറിയാനും എല്ലാം അനുഭവിക്കാനും കഴിവുള്ള ഒരുത്തൻ വന്ന് ഇല്ല എന്ന് പറഞ്ഞാൽ അതിൽ ശാസ്ത്രമുണ്ട്, അതിൽ ബുദ്ധിയുണ്ട്, അതിൽ ജ്ഞാനമുണ്ട്. ഒരു മനുഷ്യനും നിലവിലുള്ള 99.4 കാര്യങ്ങളും കണ്ടിട്ടില്ല. ഉദാഹരണമായിട്ട് ഈ മൈക്രോഫോണിനകത്ത് ഏറ്റവും കുറഞ്ഞ 1 കോടിയെങ്കിലും അണുക്കളുണ്ടാവും. 1 കോടി. അത് ഞാൻ കുറച്ച് പറഞ്ഞാണ്. ഇതൊരു മൈക്രോസ്കോപ്പിക് വ്യൂവിൽ നിങ്ങൾ നോക്കിയാൽ അത് കാണാൻ കഴിയും. അത് കണ്ടാൽ പിന്നെ നമുക്കിത് പ്രസംഗിക്കാൻ പോലും ഒക്കെയല്ല. പക്ഷെ നമ്മൾ കാണുന്നില്ല. നിങ്ങൾ പൗഡറൊക്കെ ഇട്ട് നല്ല കുട്ടപ്പനാക്കിയ മുഖമല്ലേ നിങ്ങൾ? അതൊരു മൈക്രോസ്കോപ്പിൻ്റെ സഹായത്തോടു കൂടി നോക്കിയാൽ നിങ്ങൾക്ക് അന്നേരം ഛർദ്ദിൽ വരും. കുറേയധികം പുഴുക്കൾ നിങ്ങളുടെ ഇവിടെയൊക്കെ ഉണ്ട്. അതുകൊണ്ടൊക്കെയാണ് ഇങ്ങനെയൊക്കെ മിനുങ്ങിയിരിക്കുന്നത്. അതവിടെ ഒത്തിരി വിസർജനമൊക്കെ ചെയ്യുന്നുണ്ട്. നിങ്ങളത് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അറിയാവുന്ന ആരോടെങ്കിലും ഒക്കെ ചോദിച്ചാൽ മതി. ഒത്തിരിയാണ്. കഞ്ഞി പോലും കുടിക്കാൻ പിന്നെ നമുക്ക് പോകില്ല. കുളിച്ച് നല്ല പൗഡറൊക്കെ ഇട്ടിരിക്കുന്ന മുഖത്തിൻ്റെ ആ രോമകൂപങ്ങളിലെ സുഷിരങ്ങളിൽ നോക്കിയാൽ കാണുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അതിനെ ഇത്രയും പുൾപ്പിറ്റിൻ്റെ വലിപ്പത്തിലുള്ളതൊക്കെ ആക്കാം, നമുക്ക് വേണമെങ്കിൽ വലുതാക്കാം. അത്രയ്ക്ക് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇറങ്ങി ഓടും, പേടിച്ചു പോകും. പിന്നെ ഒരിക്കലും കണ്ണാടി നോക്കിയല്ല. നമ്മൾ കാണുന്നുണ്ടോ? ഇല്ല. അതുകൊണ്ട് ഒരുത്തൻ കണ്ടില്ല എന്ന കാരണത്താൽ സത്യം സത്യമല്ലാതെ വരുന്നില്ല. ഒരാൾ എല്ലാം കാണാൻ കഴിവുള്ള, എല്ലാം കേൾക്കാൻ കഴിവുള്ള, എല്ലാം അറിയാൻ കഴിവുള്ള, എല്ലാം അനുഭവിക്കാൻ കഴിവുള്ള ഒരാൾ ഇല്ലെന്ന് പറഞ്ഞാൽ നമ്മൾ മുട്ടുകുത്തി കേൾക്കണം. അങ്ങനെ ഒരാൾ എൻ്റെ ദൈവമല്ലാതെ മറ്റാരുമില്ല. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചോട്ടെ. എല്ലാം കാണാൻ കഴിയുന്നവൻ, എല്ലാം അറിയാൻ കഴിയുന്നവൻ, എല്ലാം അറിയുന്ന ഒരുവനുണ്ടെങ്കിൽ ആ ദൈവമേ ഉള്ളൂ. ആ ദൈവമാണ് പറഞ്ഞു മനുഷ്യന് ഒരാത്മാവുണ്ട്. ആത്മാവ് മരിക്കുന്നില്ല. ആൽബർട്ട് ഐൻസ്റ്റീൻ മനുഷ്യനൊരു ആത്മാവുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംശയിക്കുമായിരുന്നു. എനിക്ക് അദ്ദേഹത്തെക്കാൾ ബുദ്ധി കൂടുതലുണ്ടായിട്ടല്ല, എൻ്റെ സ്വഭാവം അങ്ങനെയാണ്. അതുകൊണ്ടാണ് ഞാൻ എളുപ്പം വിശ്വസിക്കില്ലായിരുന്നു. സിഗ്മണ്ട് ഫ്രോയിഡ് മനുഷ്യനൊരു ആത്മാവുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ എളുപ്പം വെട്ടി വിഴുങ്ങുകയില്ല. അയാൾക്കും തെറ്റുപറ്റാമല്ലോ, അയാൾക്കും എല്ലാം അറിയത്തില്ലല്ലോ. എനിക്ക് സംശയം ഉണ്ടാകുമായിരുന്നു. ഏറ്റിക്കോരോ ഇടമറുകോ മനുഷ്യനൊരു ആത്മാവുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഞാൻ സംശയിക്കുമായിരുന്നു. അവർക്കെല്ലാം കാണാൻ കഴിവുള്ളവരല്ലല്ലോ, തെറ്റുപറ്റുമല്ലോ. എന്നാൽ മനുഷ്യന് ആത്മാവുണ്ട് എന്ന് വിശ്വസിക്കാൻ എൻ്റെ വാക്കുകളിലും എനിക്ക് വിശ്വാസമില്ല. നിങ്ങൾ വേറൊന്നും ചിന്തിക്കരുത്. ഞാൻ എന്നെയും പൂർണ്ണമായി വിശ്വസിക്കുന്ന ആളല്ല. കാരണം എന്നാ ചോദിച്ചാൽ എനിക്ക് മാറ്റങ്ങൾ എപ്പോഴും ഉണ്ടാകുന്നു. ഒരു കാലത്ത് ബൈബിൾ തെറ്റാണെന്ന് പറഞ്ഞ ഒരു ഗോപാലകൃഷ്ണനാണ് ഞാൻ.
ഇപ്പോഴും ഞാൻ ബൈബിൾ സത്യമാണെന്ന് പറയുന്നു. അപ്പോൾ കണ്ടോ, എനിക്ക് തന്നെ മാറ്റമില്ലേ? ഒരാളാണ്. അപ്പം ഞാൻ എന്നെ വിശ്വസിച്ചിരുന്ന എവിടെ പോയാലും. പണ്ട് പറഞ്ഞ കാര്യങ്ങൾ പലതും തെറ്റാണെന്ന് ഇപ്പോഴും എനിക്കറിയാം. പണ്ട് തെറ്റാണെന്ന് എനിക്ക് തോന്നിയത് പലതും ഇപ്പോൾ ശരിയാണെന്ന് എനിക്കറിയാം. അപ്പോൾ എനിക്ക് എന്നെ എങ്ങനെ വിശ്വസിക്കാൻ ഒക്കും? ഇനി നാളെ ഞാൻ എന്തായിരിക്കും? എനിക്കെപ്പോഴും മാറ്റങ്ങൾ വരികയാണ്. അതുകൊണ്ട് എൻ്റെ വാക്കിലും എനിക്ക് വിശ്വസിക്കാൻ ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ആത്മാവുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതിനൊരു കാരണമുണ്ട്. ഒരിക്കലും കള്ളം പറയാത്ത, ഒരിക്കലും അതിൻ്റെ ആവശ്യമില്ലാത്ത, ഒരിക്കലും അതിശോക്തി പറഞ്ഞിട്ടില്ലാത്ത, ഒരിക്കലും തെറ്റിപ്പോയി പിൻവലിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ലാത്ത, മനുഷ്യനെ ഭയപ്പെടാത്ത, മനുഷ്യനിൽ നിന്ന് ഒന്നും ആവശ്യമില്ലാത്ത സത്യസന്ധനായ പരിശുദ്ധനായ എൻ്റെ കർത്താവ് പറഞ്ഞു ആത്മാവുണ്ടെന്ന്. അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. ബൈബിൾ പറഞ്ഞു ആത്മാവുണ്ടെന്ന്, അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു. കരമുയർത്തി സ്തോത്രം ചെയ്യാം. ഇനി യേശുവിനേക്കാൾ വലിയൊരാൾ വന്ന് ആത്മാവില്ലെന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കും. അതുവരെ പറയുന്ന പാർട്ടികളെല്ലാം അതിനർഹിക്കുന്ന അവഗണനയോടുകൂടി നമ്മൾ പുച്ഛിച്ച് തള്ളും. അത് ന്യായമായ ഒരു കാര്യമാണല്ലോ. യേശു പറയുകയാണ്, ധനവാനായൊരു മനുഷ്യനുണ്ടായിരുന്നു. അവൻ ദിനം പ്രതി ആഡംബരത്തോട് സുഖിച്ചുകൊണ്ടിരുന്നു. ലാസർ എന്ന് പറഞ്ഞ ഒരു ദരിദ്രനും ഉണ്ടായിരുന്നു. അവർ രണ്ടുപേരും മരിച്ചു. ധനവാന്റെ ആത്മാവ് യാതനാ സ്ഥലത്തേക്ക് പോയി. മേൽപോട്ട് നോക്കി അബ്രഹാമിനെയും അബ്രഹാമിന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ അവിടെ കിടന്നുകൊണ്ട്, അബ്രഹാം പിതാവേ, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നു. ആ ലാസറിന്റെ വിരലിന്റെ അറ്റം വെള്ളത്തിൽ മുക്കി എന്റെ നാവിനെ ഒന്ന് തണുപ്പിക്കാൻ അയക്കണമേ എന്ന് അപേക്ഷിച്ചു. അബ്രഹാം അവനോട്, മകനെ, ഞങ്ങൾക്ക് അങ്ങോട്ടും നിനക്ക് ഇങ്ങോട്ടും വരുവാൻ കഴിയുകയില്ല. ഉടനെ ആ ധനവാന്റെ ആത്മാവ് പറയുകയാണ്, അങ്ങനെങ്കിൽ അബ്രഹാം പിതാവേ, എന്റെ വീട്ടിൽ 5 സഹോദരങ്ങളുണ്ട്. അവർ ഈ യാതനാ സ്ഥലത്തേക്ക് വരാതിരിപ്പാൻ ഈ ലാസറിനെ അവിടേക്കൊന്ന് വിട്ട് മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ആത്മാവ് മരിക്കുന്നില്ലെന്നും അവരോടൊന്ന് പറയണം. അബ്രഹാം പറഞ്ഞു, മകനെ, അവർക്കവിടെ മോശയും പ്രവാചകന്മാരും ഉണ്ട്. ഇത് യേശു പറഞ്ഞതാണ്. ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള വാക്യങ്ങളിൽ അത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. യേശുവിന്റെ ഈ വാക്കിൽ നിന്ന് മരണം മനുഷ്യ ജീവിതത്തിന്റെ അന്ത്യമല്ലെന്നും ആത്മാവിന് പ്രാണനെ കൂടാതെയും ശരീരം കൂടാതെയും ജീവിക്കാൻ കഴിയുമെന്നും നമുക്ക് പഠിക്കാൻ കഴിയും. ശരീരവും പ്രാണനും വിട്ട ആത്മാവിന് കാണാൻ കഴിയും. അബ്രഹാം ആത്മാവിൽ ധനവാനെ കണ്ടു. ധനവാൻ യാതനാ സ്ഥലത്ത് കിടന്നുകൊണ്ട് അബ്രഹാമിനെയും ലാസറിനെയും കണ്ടു. ഇവരെല്ലാം മരിച്ചതാണ്. സംസാരിക്കാൻ കഴിയും. ധനവാൻ മരിച്ചു കഴിഞ്ഞ് അബ്രഹാമിനോട് സംസാരിക്കുന്നു ആത്മാവിൽ. കേൾക്കാൻ കഴിയും. അബ്രഹാം പറഞ്ഞതെല്ലാം കേൾക്കുന്നു. എനിക്കൊരു തുള്ളി വെള്ളം വേണം, ഞാൻ ഈ ജ്വാലയിൽ കിടന്ന് വേദന അനുഭവിക്കുന്നുവെന്ന് ആ കോടീശ്വരൻ പറയുന്നു, അബ്രഹാമിന്റെ പുത്രൻ പറയുന്നു. അപ്പോൾ ആത്മാവിന് വേദന അനുഭവിക്കാൻ കഴിയും. എന്റെ വീട്ടിൽ 5 പേരുണ്ട്, അവരിവിടെ വരരുത് എന്നുള്ള ആഗ്രഹം. അപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാകും. അവിടെ അവർ സുവിശേഷം കേൾക്കാൻ ആൾക്കാരെ വിടണം എന്ന് പറയുവാനുള്ള യുക്തിബോധം ഉണ്ടാകും. ചുരുക്കി പറഞ്ഞാൽ യഥാർത്ഥ മനുഷ്യൻ ആത്മാവാണ്. ശരീരം ആത്മാവിന്റെ ഒരു കൂട് മാത്രമാണ്. ശരീരത്തിന് 100 വർഷത്തിൽ കൂടുതൽ, 100, 110, 120 വർഷത്തിൽ കൂടുതൽ ജീവിക്കാനായി കഴിയുകയില്ല. പക്ഷെ ആത്മാവ് എന്നേക്കും ജീവിക്കും. അതിന് കാണാൻ കഴിയും, കേൾക്കാൻ കഴിയും, സംസാരിക്കാൻ കഴിയും, ഓർക്കാൻ കഴിയും, ചിന്തിക്കാൻ കഴിയും. സ്നേഹിത, ഇന്ന് നീ മരിച്ചാൽ നിന്റെ ആത്മാവ് ഇവിടെ കടന്നു പോകും. നീ നിന്റെ വീടിന് വേണ്ടി ഓടി, നിന്റെ വാഹനത്തിന് വേണ്ടി ഓടി, നിന്റെ കണ്ണിന് വേണ്ടി ഓടി, നിന്റെ ഹാർട്ടിന് വേണ്ടി ഓടി, നിന്റെ സ്കിന്നിന് വേണ്ടി ഓടി, നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി ഓടി, നിന്റെ മക്കൾക്ക് വേണ്ടി ഓടി. നീ പഠിച്ചു, വിദ്യാഭ്യാസമുള്ളവനായി, ജോലി കിട്ടി, വിദേശത്ത് പോയി, എല്ലാം ശരി തന്നെ.
മരിച്ചു കഴിയുമ്പോൾ ഇതെന്തെങ്കിലും കൊണ്ടുപോകാൻ ഒക്കുമോ? ഭാര്യയെ കൊണ്ടുപോകാൻ ഒക്കുമോ? ഭർത്താവിനെ കൊണ്ടുപോകാൻ ഒക്കുമോ? മക്കളെ കൊണ്ടുപോകാൻ ഒക്കുമോ? നിന്റെ വീട് കൊണ്ടുപോകാൻ ഒക്കുമോ? നിന്റെ സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകാൻ ഒക്കുമോ? നിന്റെ മതം കൊണ്ടുപോകാൻ ഒക്കുമോ? നിന്റെ സ്ഥാനം കൊണ്ടുപോകാൻ ഒക്കുമോ? എന്തെങ്കിലും കൊണ്ടുപോകാൻ ഒക്കുമോ? അപ്പോൾ നഷ്ടപ്പെടുന്നതിന് വേണ്ടി നിന്റെ സമയം മുഴുവൻ നഷ്ടമാക്കുന്നത് എത്ര അബദ്ധമാണ്. ഒരിക്കലും നഷ്ടപ്പെടാത്ത ആത്മാവിന് വേണ്ടി എന്തെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഗോൽഗോത്തായിൽ യേശു മരിച്ചതും രക്തം ചൊരിഞ്ഞതും നിന്റെ ആത്മാവിന്റെ രക്ഷയ്ക്ക് വേണ്ടിയാണ്. ഒരു സത്യം ഞാൻ തുറന്നു പറയാം, നീ പാപത്തിലാണ് മരിക്കുന്നതെങ്കിൽ, അത് ഈ പ്രസംഗിക്കുന്ന ഉപദേശിയാണെങ്കിലും അതാരാണെങ്കിലും, മത നേതാവാണെങ്കിലും മതസ്ഥാപകനാണെങ്കിലും പ്രവാചകനാണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിലും പ്രസിഡന്റ് ആണെങ്കിലും കലക്ടർ ആണെങ്കിലും എത്ര വലിയ ആളാണെങ്കിലും ഇവിടെ ദൈവമാണ് എന്ന് പറയുന്നവരാണെങ്കിലും പാപം മോചിക്കാതെയാണ് മരിക്കുന്നെങ്കിൽ അവന്റെ ആത്മാവ് തീ കത്തുന്ന യാതന സ്ഥലത്തേക്കായിരിക്കും പോകുന്നത്. അത് 1000% ഉറപ്പാണ്. ഇതുവരെയും പാപമോചനം പ്രാപിക്കാതെ മരിച്ചുപോയ എല്ലാ പ്രധാനമന്ത്രിമാരും പ്രസിഡന്റന്മാരും മുഖ്യമന്ത്രിമാരും ശ്രേഷ്ഠന്മാരും ഉന്നതന്മാരും മതസ്ഥാപകന്മാരും പ്രവാചകന്മാരും പ്രഭാഷകന്മാരും എഴുത്തുകാരും കവിമാരും സിനിമാ നടന്മാരും നടിമാരും, എന്റെ വാക്ക് ശ്രദ്ധിച്ചോണ്ടേ, ഇവരെല്ലാം നരകത്തിൽ പോകുന്നല്ലേ ഞാൻ പറഞ്ഞത്. പാപമോചനം പ്രാപിക്കാത്ത ആരെല്ലാം ഉണ്ടോ അവരെല്ലാം ഇപ്പോൾ യാതനാ സ്ഥലത്തുണ്ട്. ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി അവൻ ദാഹിക്കുന്നുണ്ട്, അവൻ വേദന അനുഭവിക്കുന്നുണ്ട്, അവൻ നിലവിളിക്കുന്നുണ്ട്. പക്ഷെ അവൻ മരിച്ചിട്ടില്ല, അവൻ മരിക്കുകയുമില്ല, ആത്മാവിന് മരണമില്ല. അതുകൊണ്ട് ഈ വചനം വളരെ ശ്രദ്ധിക്കണം. മനുഷ്യാത്മാവിനെ കുറിച്ച് ആഴമായി തന്നെ അറിഞ്ഞിരിക്കണം. അപ്പോൾ നമ്മളിവിടെ വായിച്ചത് ദൈവമാരാണ്? ആകാശത്തെ വിരിച്ചവൻ, ഭൂമിക്ക് അടിസ്ഥാനമിട്ടവൻ, മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ സൃഷ്ടിച്ച ദൈവം. 4 പ്രവചനങ്ങൾ ജെറുസലേമിനെ കുറിച്ച് നടത്തുകയാണ്. ഞാനൊന്നുകൂടെ ആ വാക്യം വായിക്കാം. പ്രവാചകം ഇസ്രായേലിനെ കുറിച്ചുള്ള യഹോവയുടെ അരുളപ്പാട്. ആകാശം വിരിക്കുകയും ഭൂമിയുടെ അടിസ്ഥാനമിടുകയും മനുഷ്യന്റെ ആത്മാവിനെ അവന്റെ ഉള്ളിൽ നിർമ്മിക്കുകയും ചെയ്തിരിക്കുന്ന യഹോവയുടെ അരുളപ്പാട്. ഞാൻ യെരൂശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമ പാത്രമാക്കും. യെരൂശലേമിന്റെ നിരോധനത്തെങ്കിൽ അത് യഹൂദയ്ക്ക് വരും. അന്നാളിൽ ഞാൻ യെരൂശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെയും കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും. ഇപ്പോഴ് ഇസ്രായേൽ യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഹമാസുമായിട്ടുള്ള ബന്ധത്തില് 10,000-കണക്കിന് നിരപരാധികൾ കൊല്ലപ്പെട്ടു. ഇതിന്റെ എല്ലാം പിന്നിൽ നിങ്ങൾ വായിക്കുന്ന അല്ലെങ്കിൽ കേൾക്കുന്ന കാര്യങ്ങളല്ല. ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്നും അല്ലെങ്കിൽ ഹമാസിന്റെ ഭാഗത്ത് നിന്നും ഒക്കെ ആൾക്കാർ ചിന്തിക്കുകയും പറയുകയും ചെയ്യുന്ന വാർത്തകൾ കേൾക്കാറുണ്ട്. ഞാൻ എല്ലാ അൽ ജസീറ ഞാൻ കാണാറുണ്ട്. അപ്പോൾ അൽ ജസീറ എപ്പോഴും ഇസ്രായേലിനെതിരായിട്ടുള്ള വാർത്തകളാണ് പറയുന്നത്. അതുപോലെ തന്നെ ഇസ്രായേലിലെ ILT TV ഞാൻ കാണാറുണ്ട്, മിക്കവാറും എല്ലാ ദിവസവും കാണാറുണ്ട്. അവർ ഇസ്രായേലിന് അനുകൂലമായിട്ടാണ് പറയാറുള്ള. ഇന്ത്യൻ പത്രം വായിക്കാറുണ്ട്. അവർ മിക്കവാറും ഇസ്രായേലിനെതിരായിട്ടൊക്കെയാണ് എഴുതുന്നത്. ഇങ്ങനെയൊക്കെയല്ലേ നിങ്ങൾ കാണുന്നത്. എന്നാൽ ഇതിൻ്റെ പിന്നിലെ ഒരു രഹസ്യം നിങ്ങൾ അറിയണം. അത് യെരൂശലേമുമായി ബന്ധപ്പെട്ടൊരു കാര്യമാണ്. യെരൂശലേമിൽ മോറിയ കുന്നിൽ ഒരു മോസ്ക് ഉണ്ട്. ആ മോസ്കുമായി ബന്ധപ്പെട്ട് മുസ്ലിങ്ങളോടുള്ള ബന്ധത്തിൽ അവരുടെ മെക്ക മെദീന കഴിഞ്ഞാൽ മൂന്നാമത്തേതാണ് അത്. മൂന്നാമത്തെ പുണ്യനഗരമാണ് മുസ്ലിങ്ങൾക്ക് ജെറുസലേം. പക്ഷെ ഇസ്രായേൽ ജെറുസലേമിൽ ഭരണം നടത്തുകയാണല്ലോ. അപ്പൊ ഈ മോസ്കിനോട് അവർക്ക് അത്ര വലിയ താല്പര്യം യഹൂദന്മാർക്കുണ്ടാകുകയില്ല. അതിനെ സംരക്ഷിക്കുന്നവര് പലസ്തീനികളാണ്. അതുകൊണ്ട് ലോകമെമ്പാടുമുള്ള മുസ്ലിങ്ങൾ തങ്ങളുടെ വിശുദ്ധ നഗരത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്നാമത്തെ മോസ്ക്
പരീക്ഷിക്കുന്നവരാണ് പലസ്തീനികൾ, ഗസയിലുള്ളവർ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നിൽക്കണം, എന്ത് ചെലവും ചെയ്യണം. അതിനെതിരായി നിൽക്കുന്ന ഇസ്രായേലിനെ തകർക്കണം, ഉന്മൂലനം ചെയ്യണം എന്ന് അടിസ്ഥാനപരമായൊരു കാര്യമുണ്ട്. അതുകൊണ്ടാണ് ഗസയുടെ അകത്തെല്ലാം നൂറുകണക്കിന് കിലോമീറ്റർ, അകപ്പാടെ 10 കിലോമീറ്റർ നീളമുള്ളൂ, എങ്കിലും അതിനകത്ത് വലിയ തുരങ്കങ്ങൾ ഉണ്ടാക്കി ആയുധങ്ങൾ ശേഖരിച്ചു നടത്തുന്നതിൻ്റെയൊക്കെ രഹസ്യം ഈ യെരുശലേമുമായി ബന്ധപ്പെട്ട കാര്യമാണ്. അതുമായി ബന്ധപ്പെട്ടുള്ള യുദ്ധങ്ങളും കാര്യങ്ങളും അതിൻ്റെ ഗുണങ്ങളും ഗണങ്ങളും ഒക്കെ ഇങ്ങനെ പറഞ്ഞു പോകുമെങ്കിലും ഇതാണ് അതിൻ്റെ അടിസ്ഥാനപരമായ കാര്യം. അവിടെയുള്ള ആ മോസ്കിനെതിരായി, ജെറുസലേമിലുള്ള മോസ്കിനെതിരായി യഹൂദനെതിരായി നിൽക്കും. അതിനെ പരീക്ഷിക്കുന്നവർ ഗസയിലും പലസ്തീനിലുമുള്ളവരാണ്. അവരുടെ നിലനിൽപ്പ് ഏറ്റവും അത്യന്താപേക്ഷിതമാണ്. അതുകൊണ്ട് അവർ നടത്തുന്ന എല്ലാ കാര്യങ്ങളും സായുധ സമരം മാത്രമാണ് എന്ന് വ്യാഖ്യാനിക്കുമ്പോൾ, ഇന്നേക്ക് 2000 ഞാൻ ഇസ്രായേലിന്റെ ഭാഗത്തുമല്ല, ഞാൻ ഹമാസിന്റെ ഭാഗത്തുമല്ല, ഞാൻ ആരുടെയും ഭാഗത്തുമല്ല, ഞാൻ ദൈവത്തിന്റെ ഭാഗത്താണ്, ഞാൻ ബൈബിളിന്റെ ഭാഗത്താണ്. എനിക്ക് 2 കൂട്ടരോടും പ്രത്യേക താല്പര്യം കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എൻ്റെ രക്ഷകൻ യേശുവാണ്, എൻ്റെ ബൈബിൾ എൻ്റെ കയ്യിലുണ്ട്. സ്തോത്രം. ഇതാണ് എൻ്റെ വിശ്വാസം. അതുകൊണ്ട് ഞാൻ ബൈബിൾ സത്യങ്ങൾ പറയുന്നു എന്ന് മാത്രമുള്ള എൻ്റെ കോറായ കാര്യങ്ങൾ, അടിസ്ഥാനപരമായ കാര്യങ്ങൾ ഞാനൊന്ന് തൊട്ടു എന്ന് മാത്രമേ ഉള്ളൂ. ഈ 4 പ്രവചനങ്ങൾ നടത്തുമ്പോൾ, അല്ലെങ്കിൽ 2600 വർഷങ്ങൾക്ക് മുൻപ് ഈ 4 പ്രവചനം നടത്തുമ്പോൾ, യെരുശലേം എന്ന് പറയുന്ന ഒരു നഗരം പ്രസിദ്ധമല്ല. അന്ന് ഇസ്രായേലിന് ഒരു രാജ്യവും ഇവിടെയില്ല. ഇസ്രായേലിന് രാജ്യമുണ്ടായിരുന്നു. ഏകദേശം 350-ലധികം വർഷം, 444-ലധികം വർഷം ജെറുസലേമിനെ തലസ്ഥാനമാക്കി ഇസ്രായേലിലെ 20-ലധികം രാജാക്കന്മാർ ഭരിച്ചുവെന്ന് ചരിത്രത്തിൽ നമുക്ക് പഠിക്കാൻ കഴിയും. അതിൽ സോളമനുണ്ട്, ദാവീദുണ്ട്. ആ ദാവീദും സോളമനുമൊക്കെ യെരുശലേമിലെ രാജാക്കന്മാരായിരുന്നുവെന്ന് മുസ്ലിം വേദങ്ങളിലും എഴുതിയിട്ടുണ്ട്. അപ്പൊ ഇന്നേക്ക് 10,000 വർഷങ്ങൾക്ക് മുൻപ് ജൂതന്മാരുടെ രാജാവായി ദാവീദും ശലോമോനുമൊക്കെ യെരുശലേമിനെ തലസ്ഥാനമാക്കി ഭരിച്ചുവെന്ന് ചരിത്ര സത്യമാണ്, ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചരിത്രമാണ്. എന്നാൽ BC 587 സദാം ഹുസൈന്റെയൊക്കെ വല്യപ്പനായിരുന്ന നെബൂഖദ്നേസർ ഇറാഖിലെ ബാഗ്ദാദിൽ നിന്ന് 98 കിലോമീറ്റർ അകലെ ബാബിലോണിൽ നിന്ന് വന്ന് അവരുടെ ദേവാലയം കത്തിക്കുകയും ആ ദേവാലയത്തിലെ 5400 ഉപകരണങ്ങൾ എടുത്ത് അദ്ദേഹത്തിന്റെ ദേവൻ മർദൂക്ക് ദേവന്റെ ക്ഷേത്രത്തിൽ ബാബിലോണിൽ കൊണ്ടുപോയി വെക്കുകയും ഇസ്രായേൽ രാജ്യത്തെ, യഹൂദ രാജ്യത്തിലെ അവസാനത്തെ രാജാവായിരുന്ന സിദക്കിയാവിനെ ഉൾപ്പെടെ അയാളുടെ കണ്ണു കുത്തുപൊട്ടിച്ച് ആ രാജ്യം ഇറാഖിന്റെ ഭാഗമാക്കി മാറ്റി. അങ്ങനെ ഇസ്രായേലിന് രാജ്യം നഷ്ടപ്പെട്ടു, ജെറുസലേം നഷ്ടപ്പെട്ടു. ഇന്നേക്ക് 2600 വർഷങ്ങൾക്ക് മുൻപ് 70 വർഷം കഴിഞ്ഞപ്പോൾ ബാബിലോൺ സാമ്രാജ്യത്തെ പേർഷ്യക്കാർ കീഴടക്കി, അഥവാ ഇറാൻ കീഴടക്കി. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയായിരുന്നു അന്ന് പേർഷ്യക്കാരുടെ ഭരണം. ആ കാലഘട്ടങ്ങളിൽ മുസ്ലിങ്ങൾ ഉണ്ടായിട്ടില്ല, ക്രിസ്ത്യാനികളും ഉണ്ടായിട്ടില്ല. പാഴ്സി മതക്കാരായിരുന്നു ഇറാനികൾ, മർദൂക്കിനെ ആരാധിക്കുന്നവരായിരുന്നു ഇറാഖികൾ. കാരണം ക്രൈസ്തവരും മുസ്ലിങ്ങളും ഒക്കെ പിന്നീടാണ് ഉണ്ടായത്. അപ്പോൾ ഈ പേർഷ്യക്കാരുടെ കാലത്ത്, മഹാനായ സൈറസിന്റെ കാലത്തൊക്കെയാണ് ആലയം പണിയാൻ ഒരു അവസരം ഉണ്ടാകുന്നത്. അപ്പോഴും യെരുശലേം പേർഷ്യക്കാരുടെ കയ്യിലാണ്. ഇന്ത്യ മുതൽ എത്യോപ്യ വരെയുള്ള 127 സംസ്ഥാനങ്ങൾ, 120 രാജ്യങ്ങൾ ഉള്ള പേർഷ്യൻ സാമ്രാജ്യത്തിൽ യെരുശലേമിന് ഒരു പ്രസക്തിയും അന്നുണ്ടായിരുന്നില്ല.
നമ്മുടെ മോസ്കില്ല, കാരണം മുസ്ലിങ്ങളില്ല. ക്രിസ്തീയ ദേവാലയങ്ങളില്ല, അന്ന് ക്രിസ്ത്യാനികളുമില്ല. ഉണ്ടായിരുന്ന ജൂതന്റെ ദേവാലയമാണ്, അത് ഇറാഖികൾ തകർത്തും കളഞ്ഞതാണ്. അതുകൊണ്ട് അവിടെ പ്രശ്നമില്ല. ഈ കോതനെല്ലൂർ ഇതിന്റെ സ്ഥാനം പോലും ഈ പ്രവചനം നടത്തുമ്പോൾ യെരുശലേമിനില്ല. കാരണം ഇസ്രായേൽ എന്ന് പറഞ്ഞൊരു രാജ്യമില്ലല്ലോ, അവർക്കൊരു ക്യാപിറ്റലുമില്ല. യെരുശലേം ഇപ്പോൾ ഇറാനികളുടെ കയ്യിലാണ്. ആ കാലഘട്ടത്തിലാണ് ഈ പ്രവചനം നടത്തുന്നത്. നിങ്ങൾ ഓർക്കണം, 4 പ്രവചനം. 1, യെരുശലേമിനെ ചുറ്റുമുള്ള ജാതികൾക്ക് പരിഭ്രമപാത്രമാക്കും. 2, അതിനെ ചുമക്കുന്നവർക്ക് ഭാരമുള്ള കല്ലാകും, ചുമക്കുന്നവർ കഠിനമായി മുറിവേൽക്കും. 4, സകല ജാതികളും അതിനെതിരായിട്ട് വരുമെന്ന് ഈ പ്രവചനം നടത്തുന്ന വേളയിൽ അത് വായിച്ചവർ ചിരിച്ചിട്ടേ ഉള്ളൂ. ഇത് ഭാരമുള്ള കല്ലേതാ? ഇത് ഇറാഖ് പഞ്ഞിക്കെട്ട് പോലെ എടുത്ത് ദൂരെ എറിഞ്ഞതല്ലേ? ഇത് ഇറാന്റെ കീഴിൽ കിടക്കുന്നതല്ലേ? പിന്നെ അതെങ്ങനെയാ ഭാരമുള്ള കല്ലാകുന്നത്? അത് പരിഭ്രമപാത്രമാകുന്ന എന്താണ്? ആർക്ക് പരിഭ്രമം? ഇറാന്റെ ഭരണം നടക്കുകയല്ലേ? യഹൂദനുണ്ടോ? അവൻ എല്ലായിടത്തും ചെതറിപ്പോയില്ലേ? അവൻ രാജ്യമില്ലല്ലോ. എല്ലാവരും അവനെതിരായി കൂടി വരുമെന്നൊക്കെ പറഞ്ഞാൽ, ഇപ്പോൾ നിങ്ങൾ ഇപ്പം പറയുകയാണ് ഇന്ത്യക്കെതിരായി രാജ്യങ്ങൾ കൂടി വരും എന്ന് പറഞ്ഞാൽ അത് നിങ്ങൾക്ക് വിശ്വസിക്കും. ഞാൻ ഇവിടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയാണ്, റഷ്യയും അമേരിക്കയും ചൈനയും ഇറാനും ഇറാഖും സൗദി അറേബ്യയും കോതനെല്ലൂരിനെതിരായി യുദ്ധം ചെയ്യാൻ വരുമെന്ന് ഞാൻ പ്രവചിച്ചാൽ നിങ്ങൾക്ക് എന്ത് തോന്നും? എന്ത് തോന്നും? ഒരു വട്ട് കേസാണെന്ന് തോന്നുകയല്ലേ? അതിനകത്ത് ഇന്ത്യക്കെന്ന് പറഞ്ഞാൽ നമുക്ക് ഏകദേശം മനസ്സിലാകും, ഇല്ലേ? ഇന്ത്യക്കെതിരായി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ പോലെ യെരുശലേം ഒരു രാജ്യത്തിന്റെയും തലസ്ഥാനമല്ല, ഒരു മതത്തിന്റെയും തലസ്ഥാനമല്ല. എല്ലാം മറ്റുള്ളവരുടെ കയ്യിലാണ്. ഇറാനെതിരായി ഇവർ വരുമെന്ന് പറഞ്ഞാൽ അതിനെക്കുറിച്ച് പ്രവചനമുണ്ട്. പക്ഷെ ഇന്ന് ഈ 2013 നമ്മളിത് കാണുന്നില്ലേ? 1948 കഴിഞ്ഞാണ് ഈ പ്രവചനം നിറവേറാൻ തുടങ്ങിയത്. ഒന്നുകൂടെ ഞാൻ പറയട്ടെ, 1948 മെയ് മാസം 18-ാം തീയതിക്ക് മുൻപായിട്ട് ഈ പ്രവചനം വായിച്ചവർക്ക് ചിരി മാത്രമേ വന്നിട്ടുള്ളൂ. ലോകത്തെ അത്ഭുതപ്പെടുത്തിക്കൊണ്ട് ഇസ്രയേൽ ഒരു രാജ്യമായി മാറി. ഇനി 1967 വരെ യെരുശലേം അവന്റെ കയ്യിലല്ല, ജോർഡാന്റെ കയ്യിലാണ്. 1967 വരെ ഈ ബൈബിൾ വായിച്ചവർക്കും ഈ പ്രവചനമൊന്നും മനസ്സിലായില്ല. 1967 യെരുശലേം യഹൂദൻ പിടിച്ചെടുത്തു. അപ്പോൾ മുതൽ ഈ പ്രവചനം നിറവേറാൻ തുടങ്ങി. 2600 വർഷങ്ങൾക്ക് മുൻപ് പ്രവചിക്കപ്പെട്ടതും ബൈബിളിൽ എഴുതി വെച്ചതുമായ പ്രവചനം 1967 മുതലാണ് പതുക്കെ നിറവേറാൻ തുടങ്ങിയത്. സ്വർഗത്തിലെ ദൈവം ഒരാലോചന പറഞ്ഞാൽ അതിന് സമയമാകുമ്പോൾ അത് നിറവേറിയിരിക്കും. കരമടിച്ചൊന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തമായിട്ട് ശക്തമായിട്ട് സ്വർഗത്തിലെ ദൈവം ഒരരുളപ്പാട് നൽകിയിട്ടുണ്ടെങ്കിൽ അതിന്റെ സമയമാകുമ്പോൾ നിറവേറും. ഒരുപക്ഷെ കുറേ സമയം നിറവേറാതെ കിടന്നു വന്നിരിക്കും. 4 പ്രവചനങ്ങളാണ്. 1, യെരുശലേമിനെ ചുറ്റുമുള്ള ജാതികൾക്ക് പരിഭ്രമപാത്രമാക്കും. ചുറ്റുമുള്ള ജാതികൾ സിറിയ, ലെബനോൻ, ഈജിപ്റ്റ്, ഗാസ, എല്ലാവർക്കും ഇന്നൊരു പരിഭ്രമം മാത്രമല്ലേ, ഭയമല്ലേ? ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇവർ ചെയ്യുന്നത് ശരിയാണോ, അവർ ചെയ്യുന്നത് തെറ്റാണോ എന്നുള്ളതല്ല എൻ്റെ ചിന്ത. ഞാൻ ഹമാസിന്റെ കൂടെയുമല്ല, ഞാൻ ഇസ്രയേലിന്റെ കൂടെയുമല്ല, ഞാൻ എനിക്ക് വേണ്ടി ജീവൻ നൽകിയ എൻ്റെ യേശുവിന്റെ കൂടെ മാത്രമാണ്. മരിക്കുന്നത് വരെയും അവനോടൊപ്പമായിരിക്കും. എന്നാൽ ഈ പ്രവചനം ഇപ്പോൾ നമ്മുടെ കണ്ണിന് മുമ്പിൽ നിറവേറിയില്ലേ? പരിഭ്രമമല്ലേ ഹിബ്സുള്ളായിക്ക്, ലെബനോനില്? പരിഭ്രമമല്ലേ ഗസായിക്ക്?
പരിഭ്രമമല്ലേ സിറിയയ്ക്ക്? പരിഭ്രമമല്ലേ ഈ അഭയാർത്ഥികളെല്ലാം ഇപ്പോൾ റാഫ അല്ലെങ്കിൽ ഈജിപ്തിന്റെ മേഖലയിലേക്ക് തള്ളിക്കേറും എന്നുള്ള നിലയിൽ ഈജിപ്തിന് നിറവേറിയില്ലേ പ്രവചനം? ഞാൻ ഒരിക്കൽ ജെറുസലേമിൽ ഒരു ഹോട്ടലിൽ ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭക്ഷണം കഴിച്ചു തീരുന്നതിന് മുമ്പേ ആ ഹോട്ടലിന്റെ ഉടമസ്ഥനോ ക്യാഷ്യറോ എൻ്റെ അടുക്കൽ വന്ന് ബില്ല് തന്ന് ക്യാഷ് അവിടെ വെച്ച് തന്നെ അയാളെ കളക്ട് ചെയ്യാനായിട്ട് ഒരു പരിശ്രമം നടത്തി. അപ്പം ഞാൻ പറഞ്ഞു, എൻ്റെ കൈ ഒന്ന് ക്ലീൻ ചെയ്തോട്ടെ എന്ന് പറഞ്ഞപ്പോൾ അയാൾ ചിരിച്ചുകൊണ്ട് എന്നോട് പറഞ്ഞ ഇതാണ്, നീ കൈ ക്ലീൻ ചെയ്ത് തീരുന്നത് വരെ ഞാൻ ഇവിടെ ഉണ്ടാകുമോ നീ ഇവിടെ ഉണ്ടാകുമോ എന്ന് ആർക്കറിയാവുന്നു. ഒരുത്തിനും സമാധാനമില്ല. പരിഭ്രമമാണ്, പരിഭ്രമമാണ്. നിറവേറിയില്ലേ? രണ്ടാമത്തെ പ്രവചനം, ഇതിനെ ഭാരമുള്ള ഒരു കല്ലാക്കി വെക്കും. 2600 വർഷങ്ങൾക്ക് മുമ്പ് ലോകത്തിലെ ഏറ്റവും പഞ്ഞിക്കെട്ട് പോലെ ഭാരമില്ലാതിരുന്ന ഒരു സ്ഥലമായിരുന്നു ജെറുസലേം. ഈ കോതനല്ലൂരിലുള്ള അത്രയും കടകൾ അന്ന് ജെറുസലേമിലില്ല, കെട്ടിടങ്ങളില്ല, ഒരു കുഗ്രാമം പോലെ. എന്തിനേറെ നിങ്ങൾ ഈ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്താൽ ഒരു 100 വർഷം മുൻപുണ്ടായിരുന്ന യെരുശലേമിന്റെ ചിത്രമൊക്കെ നിങ്ങൾ കാണും. അതിനേക്കാളൊക്കെ എത്ര പുരോഗമിച്ച പട്ടണങ്ങളാണ് നമ്മുടെ ഇവിടുത്തെ പട്ടണങ്ങൾ. അപ്പൊ 2500 വർഷങ്ങൾക്ക് മുൻപോ അത് ഭാരമുള്ള കല്ലായി മാറും. ഇന്ന് നോക്കിയേ, ഈ പ്രവചനത്തിന് 500 വർഷം കഴിഞ്ഞപ്പോൾ യേശു ഇവിടെ ജനിച്ചു. പിന്നെ ഇവിടെ ക്രിസ്ത്യാനികൾ ഉണ്ടായി, ക്രിസ്തുമതമുണ്ടായി. യേശു ക്രൂശിക്കപ്പെട്ട സ്ഥലം ജെറുസലേമാണ്, അടക്കപ്പെട്ട കല്ലറയും ജെറുസലേമിലാണ്, യേശു ഉയർത്തെഴുന്നേറ്റവും ജെറുസലേമിലാണ്, അവിടെ കല്ലറപ്പള്ളിയും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് ക്രിസ്തീയ മതത്തെ സംബന്ധിച്ചിടത്തോളം യെരുശലേം അവരുടെ ഒരു ക്യാപിറ്റൽ സിറ്റിയായി മാറി. അപ്പം ഇന്ന് ലോകത്തിൽ ഏറ്റവും കൂടുതലുള്ള കോടിക്കണക്കിനുള്ള ക്രൈസ്തവരെ ബാധിക്കുന്ന ഒരു പട്ടണമായി മാറി. അത് യേശുവിന്റെ കല്ലറപ്പള്ളി അവിടെ ഉണ്ടായതുകൊണ്ട്. ഇവിടെ ക്രൈസ്തവർ ഉണ്ടായതിനു ശേഷം 600-ലധികം വർഷങ്ങൾ കഴിഞ്ഞ് മുഹമ്മദ് നബി ഇവിടെ ജനിക്കുന്നു. ഇസ്ലാം മതം ഇവിടെ ഉണ്ടാകുന്നു. അവരുടെ മൂന്നാമത്തെ പുണ്യസ്ഥലമായി യെരുശലേം മാറുന്നതോടുകൂടെ ലോകമെമ്പാടും ഉള്ള മുസ്ലിങ്ങളുടെ ഭാരം യെരുശലേമിലായി. കണ്ടോ, അത് ഭാരമുള്ള ഒരു കല്ലായി തീരുമെന്നുള്ള പ്രവചനത്തിന്റെ അത്ഭുതകരമായ നിറവേറലുകൾ. മൂന്നാമത് 1948 മുൻപ്, 1967 മുൻപ് ജെറുസലേം പലസ്തീനികളുടെ, ജോർഡാനികളുടെ, അറബികളുടെ കയ്യിൽ നിന്ന് പിടിച്ചു വാങ്ങിയത് കൊണ്ട് അതവർക്ക് തിരിച്ചു കൊടുക്കണമെന്ന് ഇന്ത്യ ഉൾപ്പെടെ UN ഉൾപ്പെടെയുള്ളവർ ആവശ്യപ്പെടാൻ തുടങ്ങി. അപ്പോൾ രാഷ്ട്രീയപരമായും ഒരു ഭാരമുള്ള കല്ലായില്ലേ? ബൈബിൾ പറയുകയാണ്, ആർക്കും ചുമക്കുവാൻ കഴിയാത്ത ഒരു ഭാരമുള്ള കല്ലായിത്തീരും. പ്രിയ സ്നേഹിത, കർത്താവിനെ വിട്ടാൽ, കർത്താവിന്റെ വഴികൾ വിട്ടാൽ, ജൂതന്മാരെ പോലെ ദൈവത്തിന്റെ പ്രമാണം വിട്ടാൽ, ശാലേം സമാധാനത്തിന്റെ നഗരം ആയ ജെറുസലേം എല്ലാവർക്കും ഭാരമുള്ള ഒരു കല്ലായി തീർന്നതുപോലെ ദൈവവഴി വിട്ടാൽ ഇപ്പോൾ പ്രശ്നമൊന്നുമില്ലെങ്കിലും ഒരു മെഡിക്കൽ കോളേജിനും ഒരു കോടതിക്കും പരിഹരിക്കുവാൻ കഴിയാത്ത സങ്കീർണമായ കല്ലായി ഞാനും നിങ്ങളും മാറാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഭയന്ന് ജീവിപ്പാൻ ഇടയാക്കണം. 3, ആ കല്ല് ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറിവേൽക്കും. അതല്ലേ ഇപ്പോൾ ഇസ്രായേലിനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ ചെങ്കടലിലൊക്കെ നമ്മുടെ കപ്പലുകൾ ആക്രമിക്കപ്പെടുന്നത്, അതിന്റെ തിരിച്ചടി ഉണ്ടാകുന്നത്. കുറെ വർഷങ്ങൾക്ക് മുൻപ് അമേരിക്കയിലെ ക്യാമ്പ് ഡേവിഡിൽ അരാഫാത്ത് ജീവിച്ചിരിക്കുന്ന കാലമാണ്. ഫലസ്തീൻ വിമോചന മുന്നണിയുടെ അനിഷേധ്യ നേതാവായിരുന്നു അരാഫാത്ത് ജീവിച്ചിരിക്കുന്ന കാലമാണ്. അന്ന് ഈ ബിൽ ക്ലിന്റൺ അമേരിക്കയുടെ പ്രസിഡന്റാണ്. ക്യാമ്പ് ഡേവിഡിൽ ഒരു ചർച്ച നടത്തി. ആ ചർച്ച ഇതിൽ അരാഫാത്തുണ്ട്, അതുപോലെ തന്നെ അന്നത്തെ യഹൂദയുടെ പ്രസിഡന്റുണ്ട്. ഈ വിഷയങ്ങളൊക്കെ കുറിച്ച് നിങ്ങൾക്ക് പഠിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിൻ്റെ ചിത്രം സഹിതം പ്രവചന കണ്ണിലൂടെ ഇസ്രയേൽ എന്ന എൻ്റെ ഒരു പുസ്തകം, മറ്റു പ്രവചന പുസ്തകങ്ങൾ നിങ്ങൾക്ക് അവിടെ പുറകിൽ എൻ്റെ സ്നേഹിതൻ രാജു കൊടുക്കുന്നുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് വാങ്ങിക്കുകയും പഠിക്കുകയും
മറ്റുള്ളവരെ പഠിപ്പിക്കുകയും ഒക്കെ ചെയ്യാം. ഇങ്ങനെയുള്ള വിഷയങ്ങളൊക്കെ നിങ്ങൾ ജനത്തെ പഠിപ്പിക്കണം. പ്രത്യേകിച്ച് പൊതുയോഗങ്ങളിലെല്ലാം നമ്മുടെ സഭയ്ക്കകത്ത് കാത്തിരിപ്പ് യോഗം നടത്തുകയും ഉണർവ് യോഗം നടത്തുകയും ഇതുപോലുള്ള പബ്ലിക് മീറ്റിങ്ങുകളിൽ ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുകയും ചെയ്താൽ നമ്മൾ അനുഗ്രഹിക്കപ്പെടും. ഒന്നുകൂടെ കരമുയർത്തി സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ സഭയ്ക്കകത്ത് കാത്തിരിപ്പ് യോഗം നടത്തണം. അവിടെ ഇങ്ങനെയുള്ള വിഷയം പ്രസംഗിച്ച സമയങ്ങളരുത്. എന്നാൽ കാത്തിരിപ്പ് യോഗം കൺവെൻഷനിൽ നടത്തരുത്, അവിടെ ദൈവവചനം പറയണം. ഇത് രണ്ടും കൂടെ നടത്തിയാൽ കർത്താവിൻ്റെ നാമം കൂടുതൽ മഹത്വപ്പെടും, ജീവിതങ്ങൾ ദൈവകൃപയിലേക്ക് വരും. കരമുയർത്തി ദൈവത്തിനൊരു മഹത്വം കൊടുക്കാം. അപ്പോൾ ആ സമ്മേളനം അതിൻ്റെ നിങ്ങൾക്ക് ചരിത്രമൊക്കെ വായിക്കാം, അതിൻ്റെ ഓഡിയോ ക്ലിപ്പൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതിൽ ഈ യഹൂദയുടെ പ്രസിഡന്റ് പറഞ്ഞു, യെരുശലേം ഞങ്ങളുടേതാണ്, ഞങ്ങളുടെ സോളമനും ഞങ്ങളുടെ ദാവീദുമൊക്കെ 13,000 വർഷം മുൻപ് ജെറുസലേമിൽ ഭരിച്ചതാണല്ലോ, അതിനെ ആർക്കും നിഷേധിക്കാനൊക്കെയുള്ളൂ. അതുകൊണ്ട് ജെറുസലേം ഞങ്ങളുടേതാണ് എന്ന് പറഞ്ഞപ്പോൾ അരാഭാത്ത് പറഞ്ഞത് എന്നെ വളരെ അത്ഭുതപ്പെടുത്തി. അരാഭാത്ത് ഞാൻ ഓർത്തു അരാഭാത്ത് പറയാൻ പോകുന്നത് അത് നിങ്ങൾക്ക് 1967 കിട്ടിയതാണ്, അതാണ് സത്യമെന്ന്. അരാഭാത്ത് അതൊന്നും പറഞ്ഞില്ല. അദ്ദേഹം പറഞ്ഞു, നിങ്ങളുടെ സോളമനും നിങ്ങളുടെ ദാവീദുമൊക്കെ യെരുശലേമിൽ ഭരിക്കുന്നതിന് മുമ്പ്, മോശ അവിടെ ചെല്ലുന്നതിന് മുൻപ് അത് ഞങ്ങളുടേതായിരുന്നു. സത്യമാണത്. അവിടെ എബൂസ്യർ അവിടെ പാർത്തുവെന്ന് ഈ ബൈബിളിലുണ്ട്. അത് ഇന്നത്തെ രാഷ്ട്രീയക്കാരൊന്നും പറയുന്നത് ഞാൻ കേട്ടിട്ടില്ല കേട്ടോ. അങ്ങനെയും കൂടി ഒരു കഥയുണ്ട് എന്ന് പറഞ്ഞു. അപ്പോൾ ബിൽ ക്ലിൻ്റനാണ് അപ്പോൾ യെരുശലേം അവർക്ക് വിട്ടുകൊടുക്കാൻ പറയേണ്ടത്. പുള്ളിക്കാരന് മനസ്സിലായി പറഞ്ഞാൽ പ്രശ്നമാകുമെന്ന്. കാരണം അമേരിക്കയിൽ ജൂതന്മാരുടെ ഒരു വലിയ കൂട്ടമുണ്ട്. പിന്നെ ക്ലിൻ്റൻ പോകും. അതുകൊണ്ട് പുള്ളി ഒന്നും മിണ്ടാതെ സ്ഥലം വിട്ടു അവിടുന്ന്. അദ്ദേഹം അരാഭാത്ത് റാമുള്ളയിലേക്ക് പോയി, പലസ്തീൻ്റെ അവരുടെ ഹെഡ് ക്വാർട്ടറിലേക്ക്. ടെല്ലവീവിലേക്ക് ഇസ്രയേലിൻ്റെ പ്രസിഡന്റ് പോയി. അത് കഴിഞ്ഞാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ തകർന്നത്. അത് കഴിഞ്ഞാണ് ഇന്ത്യൻ പാർലമെൻറ്റ് ആക്രമിക്കപ്പെട്ടത്. ഇതിനെ ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറിവേൽക്കുമെന്നുള്ള പ്രവചനം എത്ര കൃത്യമായി നിറവേറി. ബൈബിൾ എത്ര അത്ഭുതകരമായ ഗ്രന്ഥമാണില്ലേ. അതിനകത്തൊരു കാര്യം എഴുതിയിട്ടുണ്ടെങ്കിൽ അതങ്ങനെ തന്നെ സംഭവിക്കും. കരമുയർത്തി സ്തോത്രം ചെയ്യാം. മൂന്നാമത് ഞാൻ എൻ്റെ വാക്കുകളെ ചുരുക്കാൻ പോവുകയാണ്. സകല ജാതികളും അതിനെതിരായിട്ട് വരും. ഇപ്പോഴേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ, ഇല്ലേ? സകല ജാതികളും ഇല്ലേ? അങ്ങനല്ലേ ആ പ്രവചനം? ഞാൻ ആ പ്രവചനം ഒന്ന് വായിക്കാം, നിങ്ങൾ ഒന്നുകൂടെ കേട്ടോണ്ടേ. ഇതൊന്നും ഒത്തിരി വ്യാഖ്യാനിക്കേണ്ട പ്രവചനമല്ലല്ലോ, ശ്രദ്ധിച്ച് കേട്ടോണം. 2 മുതൽ, ഞാൻ യെരുശലേമിനെ ചുറ്റുമുള്ള സകല ജാതികൾക്കും ഒരു പരിഭ്രമപാത്രമാക്കും. യെരുശലേമിൻ്റെ നിരോധനത്തെങ്കിൽ അത് യഹൂദയ്ക്ക് വരും. 3, അന്നാളിൽ ഞാൻ യെരുശലേമിനെ സകല ജാതികൾക്കും ഭാരമുള്ള കല്ലാക്കി വെക്കും. അതിനെ ചുമക്കുന്നവരൊക്കെ കഠിനമായി മുറിവേൽക്കും. ഭൂമിയിലെ സകല ജാതികളും അതിന് വിരോധമായി കൂടി വരും എന്ന് നമ്മൾ കാണുകയല്ലേ, ഇല്ലേ? പ്രിയപ്പെട്ടവരെ, ഇതിനൊരു ആത്മീയ ദൂതി ഞാൻ പറയട്ടെ. ദൈവം ജൂതന് കൊടുത്തതാണ് യെരുശലേം. ദൈവം ജൂതന് കൊടുത്തതാണ് കനാൻ നാട്. അബ്രഹാമിന് ദൈവം കൊടുത്തതാണ്. അതാരും നിഷേധിക്കുന്നില്ല. പക്ഷേ ദൈവത്തിന്റെ പ്രമാണം അവർ ലംഘിച്ചു. അവർ പാപം ചെയ്ത് അനീതി ചെയ്തപ്പോൾ ദൈവം അവരെ തള്ളിക്കളഞ്ഞു. എല്ലാവരുടെയും ചുമട് ചുമക്കേണ്ടവർ ആർക്കും ചുമക്കാൻ കഴിയാത്ത ഭാരമുള്ള കല്ലായിപ്പോയി. എല്ലാവരുടെയും മുറിവുണക്കേണ്ടവർ മറ്റുള്ളവർക്ക് മുറിവുണ്ടാക്കുന്നവരായി. ശത്രുവിനെ വിരലിന്റെ മുൻപിൽ നിർത്തേണ്ടവർ ശത്രുവിനാൽ ഞെരുങ്ങപ്പെടുവാനിടയായി. അതിന്റെ എല്ലാം കാരണം ക്രൂശിക്കപ്പെട്ടവനായ യേശുവിനെ തള്ളിയതാണ്. സ്തോത്രം. മാനവലോകത്തിന്റെ പാപത്തിന്റെ പരിഹാരത്തിനായി ഈ ലോകത്തിൽ വന്ന് ഗോൽഗോത്തായിൽ മരിക്കുമെന്ന് യേശു ജനിക്കുന്നതിന് 600 വർഷങ്ങൾക്ക് മുൻപ് ജൂതന്മാരുടെ പ്രവാചകന്മാർ പ്രവചിച്ചു. അത് യെശയ്യാ 53 എഴുതിയിട്ടുണ്ട്. അത് ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഇവിടെ ഉണ്ടായിട്ടില്ല. പക്ഷെ ജൂതന്മാർക്കറിയാമായിരുന്നു യേശു വന്ന് മരിക്കുമെന്ന്. അവരുടെ രാജാവായ ദാവീദ് യേശു ഇവിടെ ജനിക്കുന്നതിന് 1000 വർഷങ്ങൾക്ക് മുൻപ് കർത്താവിന്റെ കാൽക്കരങ്ങൾ തുളയ്ക്കപ്പെടുമെന്നും ആ വസ്ത്രം പകുത്തെടുക്കപ്പെടുമെന്നും പ്രവചിച്ചു. അത് 22-ാം സങ്കീർത്തനം 16-ാം വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ജൂതൻ യേശുവിനെ ക്രൂശിക്കാൻ കൂട്ടുനിന്നു.
അവന്റെ മഷിക ക്രൂശിക്കപ്പെടുകയില്ല എന്ന് പറഞ്ഞു. അങ്ങനെ യേശുവിന്റെ ക്രൂശ് മരണത്തെ തള്ളിയവരാണ് ഇന്നും അടിയുണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. രണ്ടിനും സമാധാനമില്ല. കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ശക്തമായിട്ട് അടികൊള്ളുന്നവനും അടിക്കുന്നവനെയും നിങ്ങൾ പഠിച്ചാൽ രണ്ടുപേരും യേശുവിന്റെ ക്രൂശ് മരണത്തെ തള്ളിക്കളഞ്ഞു. യേശുവിന്റെ ക്രൂശ് മരണത്തെ തള്ളിക്കളയുന്ന ഒരുത്തനും ഈ ലോകത്തിൽ സമാധാനം ഉണ്ടാകുകയില്ല. കരമടിച്ച് ദൈവത്തെ സ്തുതിക്കാം ശക്തമായി. അത് പലസ്തീനികളാകട്ടെ, അത് ഇസ്രായേലാകട്ടെ, തമ്മിൽ തല്ലി തലകീറുന്നതിന്റെ ആഴമേറിയ കാര്യം അവന് വേണ്ടി ജനിച്ചവന് വേണ്ടി മരിച്ചവന് വേണ്ടി രക്തം ചൊരിഞ്ഞ നസറേയനായ യേശുവിന്റെ ക്രൂശ് മരണത്തെ തള്ളിക്കളഞ്ഞതാണ്. ആ ക്രൂശിന്റെ ചുവട്ടിൽ വരുന്നത് വരെ ഈ രണ്ട് സമൂഹത്തിനും ഈ ലോകത്ത് സമാധാനം ഉണ്ടാകുകയില്ല. അതാണ് എന്റെ സത്യം, പ്രിയപ്പെട്ടവരെ. ഇനിയൊരു മഹായുദ്ധം നടക്കാനുണ്ട്. അത് എസ്കേൽ പ്രവചനം 38, 39 അധ്യായങ്ങൾ എഴുതിയിട്ടുണ്ട്. അത് പ്രസംഗിക്കണമെങ്കിൽ അത് തൊട്ട് കഴിഞ്ഞാൽ എനിക്കൊരു നിർബന്ധമുണ്ട്. പറയുന്ന കാര്യം ജനങ്ങൾക്ക് മനസ്സിലാകണം. ആവശ്യമില്ല ഒത്തിരി കാര്യം പറഞ്ഞുകൊണ്ടിരിക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ യുദ്ധത്തെക്കുറിച്ചുള്ളൊരു പ്രവചനമാണ് സകല ജാതികളും ഇസ്രായേലിനെതിരായി വരുമെന്നുള്ളത്. ഇന്നത്തെ ആ യുദ്ധമൊക്കെ അതിന് കാരണമാകും. ഈ ഗസയിൽ നടക്കുന്ന യുദ്ധത്തെക്കുറിച്ചും ബൈബിളിൽ പ്രവചനമുണ്ട് കേട്ടോ. ഇന്നേക്ക് 2600 വർഷം മുൻപ്. ഞാനൊരു വാക്യം വായിച്ചു വിടാം. അങ്ങനെ തന്നെയാണ് എഴുതിയിരിക്കുന്നത്. ആമോസിന്റെ പ്രവചനം. ഈ ആമോസൊക്കെ ജീവിക്കുമ്പോൾ ഇവിടെ ക്രിസ്ത്യാനികളും മുസ്ലിങ്ങളും ഒന്നുമില്ല കേട്ടോ. ഇതൊക്കെ 2600 വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യങ്ങളാണ്. ഞാൻ വായിക്കാം. യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: ഗസയുടെ 3 or 4 അകൃത്യ നിമിത്തം അവർ ഏദോമിനെ ഏൽപ്പിക്കേണ്ടതിന് ബദ്ധന്മാരെ ആസകലം കൊണ്ടുപോയിരിക്കയാൽ ഞാൻ ശിക്ഷ മടക്കുകയില്ല. ഞാൻ ഗസയുടെ മതിലിനകത്ത് ഒരു തീ അയക്കും, അതതിന്റെ അരമനകളെ ദഹിപ്പിച്ചു കളയും. ഈ പ്രവചനം ഗസയോടുള്ള പ്രവചനമാണ്. ഈ പ്രവചനം നിവർത്തിക്കപ്പെട്ടിട്ടുണ്ട്, നിവർത്തിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നു. നാളെയും ദൈവത്തോട് അതിക്രമം ചെയ്താൽ ഇത് നിവർത്തിക്കപ്പെട്ടുകൊണ്ടേയിരിക്കും. ഇത് ഗസയ്ക്ക് മാത്രമല്ല, ആർക്കും ഇത് സത്യമാണ്. അതെനിക്കും ബാധകമാണ്. ഞാനും നിങ്ങളും ദൈവത്തിന്റെ വ്യവസ്ഥകൾ വിട്ടാൽ ശിക്ഷിക്കപ്പെടും. ബൈബിൾ എത്രയോ അത്ഭുതകരമായ പ്രവചനങ്ങളാണ്. ഈ യുദ്ധങ്ങളെല്ലാം വിളിച്ചറിയിക്കുന്നത് നമ്മുടെ കർത്താവ് വരാറായി. ഒന്നുകൂടെ സ്തോത്രം ചെയ്താട്ടെ. നമ്മുടെ കർത്താവ് വരാറായി. ബേത്ലഹേമിൽ ജനിച്ച് ഗോൽഗോത്തായിൽ മരിച്ച് 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് 40-ാം നാൾ സ്വർഗത്തിലേക്ക് പോയ നമ്മുടെ കർത്താവ് വരുന്നു. നമ്മുടെ കർത്താവ് വന്ന് മാത്രമേ യുദ്ധങ്ങൾ അവസാനിക്കുകയുള്ളൂ. കരമടിച്ചെന്ന് ദൈവത്തെ സ്തുതിച്ചാട്ടെ. ക്ഷാമങ്ങൾ അവസാനിക്കുകയുള്ളൂ, കലഹങ്ങൾ അവസാനിക്കുകയുള്ളൂ. യേശുവിന്റെ വരവിൽ മാത്രമേ ഒക്കൂ. അന്ന് മാത്രമേ മരിച്ചവർ ഉയർക്കൂ, ജീവനോടിരിക്കുന്നവർ രൂപാന്തരപ്പെടൂ. യേശുവിനെ എതിരേൽപ്പാൻ മേഘങ്ങളിൽ എടുക്കപ്പെടും. അതേ സ്നേഹിത, നീ കർത്താവിന്റെ വരവിന് വേണ്ടി ഒരുങ്ങിയിട്ടുണ്ടോ? രക്ഷിക്കപ്പെട്ടിട്ടുണ്ടോ? സ്നാനപ്പെട്ടിട്ടുണ്ടോ? അഭിഷേകം പ്രാപിച്ചിട്ടുണ്ടോ? വേർപെട്ടിട്ടുണ്ടോ? പ്രവചനങ്ങളൊക്കെ എത്ര കൃത്യമായിട്ടാണ് നിറവേറുന്നില്ലേ? ഭീരുക്കൾ, അവിശ്വാസികൾ, അറയ്ക്കപ്പെട്ടവർ, കൊലപാതകന്മാർ, ക്ഷുദ്രക്കാർ, ബിംബാരാധികൾ, ഭോഷ്കു പറയുന്ന ഏവർക്കുമുള്ള ഓഹരി തീയും ഗന്ധകവും കത്തുന്ന പൊയ്കയെന്ന് ബൈബിൾ പറയുന്നു. ഗസയെ കുറിച്ച് പറഞ്ഞ പ്രവചനം നിറവേറിയെങ്കിൽ, ഇസ്രായേലിനെ കുറിച്ച് പറഞ്ഞ പ്രവചനം നിറവേറിയെങ്കിൽ, ഇതൊക്കെ ചെയ്യുന്നവരെ കുറിച്ചുള്ള പ്രവചനവും നിറവേറും. പാപമോചനം പ്രാപിക്കാത്തവൻ നരകത്തിൽ പോകുമെന്ന് ഈ ബൈബിളിൽ പറഞ്ഞിരിക്കുന്നു. ബൈബിൾ പറഞ്ഞതൊന്നും തെറ്റുകയില്ല. എന്നാൽ ഞാനും നിങ്ങളും ഒന്നും നരകത്തിൽ പോകാതിരിക്കാനാണ് യേശു മരിച്ചത്. നാളെ ആക്കരുത്, ഇന്ന് തന്നെ ഈ നല്ല കർത്താവിനെ സ്വീകരിക്കണം. ഈ കർത്താവ് ഇന്ന് നമ്മുടെ മധ്യത്തിലുണ്ട്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാനായിട്ട് പോവുകയാണ്. ഇന്ന് പാസ്റ്റർ രമേശിൽ നിങ്ങൾ ഒരു സാക്ഷ്യം കേട്ടല്ലോ. മാനസിക രോഗികളെ സൗഖ്യമാക്കുന്ന കർത്താവ്. ഞങ്ങൾക്കൊരു രോഗിയെയും സൗഖ്യമാക്കാൻ കഴിവില്ല, ഞങ്ങളുടെ പോലും ഒരു പനി മാറ്റാൻ കഴിവില്ല. പക്ഷെ എൻ്റെ യേശുവിന് നിന്റെ ഏത് രോഗത്തെ സൗഖ്യമാക്കാൻ കഴിയും. ഞങ്ങൾക്ക് നിന്റെ ഒരു ഭൂതത്തെയും ഓടിക്കാൻ കഴിയുകയില്ല, ഒരു മന്ത്രവാദത്തെയും ഞങ്ങൾക്ക് തകർക്കാൻ കഴിയില്ല. പക്ഷെ എൻ്റെ യേശുവിന് 6000 ഭൂതങ്ങളുണ്ടെങ്കിലും, എത്ര ശക്തമായ മന്ത്രവാദമാണ് നിനക്ക് ചെയ്തിരിക്കുന്നെങ്കിലും, അത് ഈ രാത്രിയിൽ യേശുവിന് അഴിക്കാനായി കഴിയും.
ഞങ്ങൾക്ക് നിനക്കെതിരായി സാത്താൻ അടച്ചു വെച്ചിരിക്കുന്ന ഒരു കിളിവാതിൽ പോലും തുറക്കാനായി കഴിയുകയില്ല. പക്ഷെ യേശുവിന് നിനക്കെതിരായി ഇരുമ്പോടാമ്പൽ വെച്ച് അടച്ചിരിക്കുന്ന ആ വാതിലിനെ കർത്താവ് ഇന്ന് തുറക്കാനായിട്ട് കഴിയും. ഞങ്ങൾക്ക് നിന്നെ ഒരിഞ്ച് പോലും പൊക്കുവാനായി കഴിയുകയില്ല. താക്കാനുള്ള കഴിവ് ഞങ്ങൾക്കുണ്ട്. പക്ഷെ ആർക്കും നിന്നെ തടയാൻ കഴിയാതെ വണ്ണം തന്റെ കരങ്ങളിൽ ഇന്ന് നിന്നെ ഉയർത്തിക്കൊണ്ടുവരുവാൻ ദൈവത്തിന് കഴിയും. നിന്റെ ഉറക്കമില്ലായ്മ മാറ്റി നിനക്ക് ഉറക്കം തരാനും, രാത്രിയുടെ യാമങ്ങളിൽ നിന്റെ ഭയം മാറ്റി നിനക്ക് സമാധാനം തരാനും, രാത്രിയിൽ ആരോ നിന്റെ കഴുത്തിൽ ഞെക്കിപ്പിടിക്കുന്ന പോലെ അനുഭവങ്ങളെ മാറ്റാനൊന്നും ഞങ്ങൾക്ക് കഴിവില്ലെങ്കിലും എൻ്റെ യേശുവിന് ഈ രാത്രിയിൽ അത് ചെയ്യാനായിട്ട് കഴിവുണ്ട്. നിന്റെ പാപം മോചിക്കാനുള്ള കഴിവൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾ പറഞ്ഞാൽ പാപം മോചിക്കപ്പെടുകയുമില്ല. എന്നാൽ നിന്റെ പാപം രക്താംബരം പോലെ ചുവന്നതാണെങ്കിലും അതിനെ ഹിമം പോലെ വെളുപ്പിക്കുവാൻ യേശു ഇവിടെ വന്നിട്ടുണ്ട്. ദൈവത്തിന്റെ ദാസന്മാരെ, നിങ്ങളുടെ വേദനകൾ മാറ്റുവാനോ നിങ്ങളെ സഹായിക്കുവാനോ ഞങ്ങളുടെ കരങ്ങൾക്ക് സാധ്യമല്ല. എന്നാൽ സ്വർഗത്തിന്റെ ഭണ്ഡാരം തുറക്കുവാൻ ഞങ്ങളുടെ കർത്താവ് ഇവിടെ വന്നിട്ടുണ്ട്. അക്കരം അടിച്ച് അല്പസമയം ഒന്ന് ആരാധിക്കാമോ? അവിടുന്ന് ഇവിടെ നടക്കട്ടെ. ഹല്ലേലൂയ. ആ സൗഖ്യം യേശു ഇവിടെ ചെയ്യട്ടെ. എല്ലാവരും ആരാധിച്ചു കൊണ്ടിരുന്നാട്ടെ. ഞങ്ങളുടെ കർത്താവേ, ഇന്നിവിടെ രോഗികളെ സൗഖ്യമാക്കണമേ. കരമടിച്ച് ഞങ്ങളുടെ കർത്താവേ, അന്ധകാരത്തിന്റെ കെട്ടുകളെ അവിടെ നീ രാത്രിയിൽ അഴിക്കണമേ. പ്രിയ ബ്രദർ പ്രാർത്ഥിച്ചോണ്ട് പ്ലീസ് ക്ലോസ് ഇറ്റ്. എല്ലാവരും ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ. ആരുടെ ശബ്ദം ഈ സന്ദർഭത്തിൽ ഇവിടെ മ്യൂസിക് ഒന്നും വേണ്ട പ്ലീസ്. എല്ലാവരും കരമടിച്ച് ആരാധിച്ചുകൊണ്ടിരുന്നാട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ഞങ്ങളുടെ കർത്താവേ, ഇരുമ്പോടാമ്പൽ വെച്ച്, താമ്രക്കഥകൾ വെച്ച് നിന്റെ മക്കളെ മുൻപോട്ട് നയിക്കാതെ വണ്ണം ഇരിക്കുന്ന ആ വാതിലുകൾ നീ ഒന്ന് തുറന്നു കൊടുക്കണമേ കർത്താവ്. ആ ക്യാൻസർ രോഗത്തെ കർത്താവ് ഒന്ന് സൗഖ്യമാക്കണമേ. ആ ബ്ലഡ് പ്രഷറിനെ കർത്താവ് ഒന്ന് ശാന്തമാക്കണമേ. ആ ഹാർട്ട് പ്രോബ്ലം കർത്താവ് ഒന്ന് മാറ്റണമേ. ആ കിഡ്നി സ്റ്റോൺ കർത്താവ് ഒന്ന് ഇടിച്ചു മാറ്റണമേ. നിന്റെ ജനത്തെ സൗഖ്യമാക്കണമേ. ഇതൊന്നും കൊടുക്കാൻ ഞങ്ങൾക്ക് കരുത്തില്ല, നിനക്ക് കരുത്തുണ്ടല്ലോ. കരമടിച്ച് ശക്തിയോടെ കർത്താവേ, ആത്മസ്നാനം കൊടുക്കുവാൻ ഞങ്ങൾക്ക് കഴിവില്ല. എന്നാൽ ആത്മാവിൽ സ്നാനപ്പെടുത്തുവാൻ നിനക്ക് കഴിവുണ്ട്. അതിനാഗ്രഹിക്കുന്നവരെ ആത്മസ്നാനത്തിലേക്ക് ഇറക്കണമേ. നിന്റെ അഭിഷക്തന്മാരെ ഒരു പുതിയ ദർശനത്തോടെ, ഒരു പുതിയ കാഴ്ചപ്പാടോടെ, ധൈര്യത്തോടെ നിന്റെ വേലയ്ക്കായി ഇറങ്ങാൻ ഉള്ള ശക്തി, നിരാശകൾ, ആത്മീക ലോകത്തിലെ അനാത്മീകത കണ്ട് മനസ്സുമടുത്ത് ഇരിക്കുന്ന നിന്റെ ദാസന്മാരെ ബലപ്പെടുത്തി യേശുവിന്റെ വരവിന് വേണ്ടി ജീവിതങ്ങളെ ഒരുക്കാൻ ഒരു അഭിഷേകം പകരണമേ. കരമടിച്ച് എല്ലാവരും ആരാധിച്ചുകൊണ്ടിരിക്കാം. ആ സൗഖ്യം ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ വിടുതൽ ഇവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് ഞങ്ങളുടെ പ്രസംഗത്തിലൂടെയല്ല, അത് ഞങ്ങളുടെ പാട്ടിലൂടെയല്ല, യേശുവിന്റെ ശക്തിയിലൂടെ. മാന്ത്രിക ശക്തികളെ അവൻ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. നീ ഭവനത്തിൽ ചെല്ലുമ്പോൾ അത് കാണും. നിന്റെ ശരീരത്തിൽ നീ അത് അനുഭവിക്കും. കർത്താവ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രോഗത്തിന്റെ ശക്തികളെ അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അവൻ ജീവനങ്ങളെ വിടിവിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ രാത്രി നിന്റെ രാത്രിയാണ്. കഴിഞ്ഞ കാല പാപങ്ങൾ നിന്നെ വേദനപ്പെടുത്തുന്നു, ദുഃഖിപ്പിക്കുന്നു. എന്നാൽ യേശുവേ, അങ്ങനെയുള്ളവരെ രക്ഷിക്കുന്നവരെ, അതിനെ ഹിമം പോലെ വെളുപ്പിക്കുന്നവനെ, അവിടുത്തെ രക്തം നിന്റെ മക്കളുടെ മേൽ ഒഴിക്കണമേ. ആ കർത്താവ് നിന്റെ പാപങ്ങളെ മോചിക്കുകയാണ്. കരമടിച്ച് ദൈവത്തെ ആരാധിക്കാം.